കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും നമുക്ക് ദൈവസേനയിലെടുത്ത് വരുവാൻ ഗലാത്യ ലേഖനത്തിൽ നിന്നും ചിന്തിക്കുവാൻ കർത്താവ് തന്ന അവസരത്തിനായിട്ട് സ്തോത്രം. ഗലാത്യർക്ക് ലേഖനം 3-ാം അധ്യായത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. കൃപയാൽ വിശ്വാസത്താലുള്ള രക്ഷ, ആ വിഷയം, അതിൻ്റെ തിയോളജിക്കലായിട്ടുള്ള ആസ്പെക്ട്സ്, അതായത് ദൈവശാസ്ത്രപരമായി അതിനെ പൗലോസ് ന്യായീകരിക്കുന്നതാണ് 3-ാം അധ്യായത്തിലെ വിഷയം എന്ന് പറയുന്നത്. അതിന് നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ 7 പ്രധാനപ്പെട്ട ആശയങ്ങൾ അല്ലെങ്കിൽ തത്വങ്ങൾ പൗലോസ് ഈ അധ്യായത്തിൽ അവതരിപ്പിക്കുന്നു. അതിലെ ആദ്യത്തെ 2 നമുക്ക് ചിന്തിക്കാനിടയായി തീർന്നു. ഒന്നാമത്തെ എന്തായിരുന്നു? എന്തെങ്കിലുമൊക്കെ ആയിട്ടല്ലേ. ഒന്നാമത്തെ എന്തായിരുന്നു? അതല്ല, ഞാൻ ഒന്നാമത്തേത് ഗലാത്യരുടെ സ്വന്തം അനുഭവം അല്ലേ. ഗലാത്യരുടെ സ്വന്തം അനുഭവം എന്തായിരുന്നു? 4 ചോദ്യങ്ങൾ പൗലോസ് അതിനോട് ബന്ധപ്പെട്ട് ചോദിച്ചു. എന്തൊക്കെയായിരുന്നു ആ ചോദ്യങ്ങൾ? നിങ്ങൾ എങ്ങനെയാണ് പിന്നെ രക്ഷിക്കപ്പെട്ടത് അല്ലെങ്കിൽ നീതീകരിക്കപ്പെട്ടത്? വിശ്വാസത്താലല്ലേ. അതിനുശേഷം പൗലോസ് ചോദിക്കുകയാണ്, നിങ്ങൾ പിന്നെ ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ജനം കൊണ്ട് അവസാനിപ്പിക്കുക. അതായത് അത് വിശുദ്ധീകരണത്തെ കുറിച്ചാണ് ചോദിച്ചത്. നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്, ആത്മാവ് പ്രാപിച്ചത് എങ്ങനെയാണ്? കൃപയാൽ വിശ്വാസത്താൽ. ഇനി അത് കഴിഞ്ഞിട്ട് വിശുദ്ധീകരണം അഥവാ അതിന്റെ അടുത്ത പടിയായ ദേഹി രക്ഷ, അതെങ്ങനെയാണ് പ്രാപിക്കുന്നത്? അതൊരിക്കലും ഒരു കാര്യത്തിന് പിന്നെ വിശ്വാസത്താൽ എന്ന മാർഗവും അടുത്ത കാര്യത്തിന് പ്രവൃത്തി എന്ന മാർഗവും വരത്തില്ല. അത് രണ്ടും കമ്പൈൻ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവിടെ അതും സമർത്ഥിക്കുകയാണ്. കൃപയാൽ വിശ്വാസത്താലാണ് വിശുദ്ധീകരണവും നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഗലാത്യരുടെ ജീവിതത്തിൽ സംഭവിച്ചത്. ഗലാത്യരുടെ എക്സാമ്പിൾ ആണല്ലോ പറയുന്നത്. 3-ാമതായിട്ടൊരു ചോദ്യം ചോദിച്ചു. എന്തായിരുന്നു? നിങ്ങൾ ഇത്രയൊക്കെ സഹിച്ചത് എന്തിനായിരുന്നു? കാരണം വിശ്വാസത്താലുള്ള നീതീകരണം എന്നുള്ളൊരു വിഷയം അത് പറയുന്നില്ല. ന്യായപ്രമാണത്തിൽ എന്നുള്ളതായിരുന്നെങ്കിൽ അവിടെ അവർക്ക് ഉപദ്രവം ഒന്നും ഉണ്ടാകത്തില്ലായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ അപ്പോസ്തല പ്രവർത്തികളുടെ പേജുകളിൽ നമ്മളത് പഠിച്ചതാണ്. അവര് അപ്പോസ്തലന്മാർക്കും നല്ല പ്രഹരം കിട്ടി, പിന്നെ ഈ വിശ്വാസികൾക്കും ഒക്കെ അതിന്റെ പങ്ക് കിട്ടാനായിട്ട് തീർന്നു. അവര് നല്ല നിലയിൽ കഷ്ടത അല്ലെങ്കിൽ പെർസിക്യൂഷൻ, പീഡ അനുഭവിക്കാനായിട്ട് തീർന്നു. അപ്പൊ അത് വെറുതെ ആയിപ്പോയില്ലേ? കാരണം അങ്ങനെ ആ പീഡയെല്ലാം അനുഭവിച്ച് വിശ്വാസം താൽ കൃപയാൽ രക്ഷ എന്ന് പറഞ്ഞുകൊണ്ട് എന്ന് വെച്ചാൽ ഇപ്പൊ അവര് പറയുകയാണ് കുറച്ച് പ്രവൃത്തി ചെയ്താലേ അത് പൂർണ്ണമാകത്തുള്ളൂ, അല്ലെ ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളൂടെ വേണം. അപ്പൊ ഈ അടി കിട്ടിയതൊക്കെ വെറുതെ ആയിപ്പോയില്ലേ? 3-ാമത്തെ ചോദ്യം അതായിരുന്നു. 4-ാമത് ഒരു ചോദ്യം കൂടെ ചോദിച്ചു. എന്തായിരുന്നത്? നിങ്ങളുടെ ഇടയിലെ വീര്യപ്രവൃത്തികൾ ഒക്കെ, അതായത് നമ്മൾ പല സംഭവങ്ങൾ അവിടെ നേരിട്ട് കാണാനായിട്ട് ഇടയായി തീർന്നു. ലുസ്ത്രയിലും ദർബയിലും ഒക്കെ നടന്ന കാര്യങ്ങൾ, അതൊക്കെ നടന്നത് എങ്ങനെയാണ്? അതിന്റെ ഉത്തരം എന്താണ്? ആ വിശ്വാസത്താൽ. അവരുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ വചനം അവർ കേൾക്കുകയും അത് കൈക്കൊള്ളുകയും ചെയ്തപ്പോൾ ആ വചനം കൈക്കൊണ്ടതിന്റെ അവരുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ ഇടയിൽ ദൈവം വീര്യപ്രവർത്തികളെ ചെയ്യാനിടയായി തീർന്നു. അങ്ങനെ ഒന്നാമതായിട്ട് അവരുടെ മുമ്പിൽ വരച്ചു കാട്ടിയിരിക്കുകയാണ് ഗലാത്യരെ. നിങ്ങളുടെ എക്സ്പീരിയൻസ് തന്നെ നോക്കിയാൽ ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും. എന്തായിരുന്നു? കൃപയാൽ വിശ്വാസത്താൽ മാത്രമാണ് നീതീകരിക്കപ്പെടാനായിട്ട് സാധിക്കുന്നത്, അല്ലാതെ ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളാലല്ല. 2-ാമത് വേറൊരു ഉദാഹരണം പറയുകയാണ്. ആരുടെ കാര്യമാണ്? അബ്രഹാമിന്റെ കാര്യം, അല്ലെ. 2-ാമത്തെ വിഷയം, തത്വം, അബ്രഹാമിന്റെ കാര്യം. അത് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിക്കാനിടയായി തീർന്നു. അബ്രഹാം എങ്ങനെയാണ് നീതീകരിക്കപ്പെട്ടത്? വിശ്വാസത്താൽ, അല്ലെ. ഉൽപ്പത്തി പുസ്തകം നമ്മൾ ആ വാക്യെടുത്ത് വായിക്കുകയുണ്ടായി. ഈ ന്യായപ്രമാണം നൽകുന്നതിന് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് അബ്രഹാം നീതീകരിക്കപ്പെട്ടത്. നമുക്കറിയാം, ആ മരുഭൂമിയിൽ അല്ലെങ്കിൽ മോശയോ മുഖാന്തരമാണ് ഈ ന്യായപ്രമാണത്തിന്റെ പ്രമാണങ്ങൾ ദൈവം നൽകിയത്. അപ്പൊ പരിച്ഛേദനയും അല്ലെങ്കിൽ അങ്ങനത്തെ ഇനിയും അബ്രഹാം തന്നെ പരിച്ഛേദനയേറ്റത് എപ്പോഴാണ്? നമ്മൾ ആ പ്രായമൊക്കെ പറയാനിടയായി തീർന്നു. അബ്രഹാം പരിച്ഛേദനയേറ്റതാ ആണോ? അബ്രഹാം പുറപ്പെട്ടത് എത്ര വയസ്സുള്ളപ്പോഴാണ്? 75-ാമത്തെ വയസ്സിൽ. അത് കഴിഞ്ഞിട്ടൊരു ഇസ്മായിൽ ഉണ്ടായി. ഇസ്മായിലിന് എത്ര വയസ്സുള്ളപ്പോഴാണ്? 14 13. അപ്പം ഇസ്മായിൽ എത്ര വർഷം കഴിഞ്ഞാണ് ഉണ്ടായത്? 10 വർഷം കഴിഞ്ഞു. അപ്പൊ ഒരു 99-ാമത്തെ വയസ്സിലാണ് ശരിക്കും, അല്ലെ 98 99 അങ്ങനെ പറയാം. അപ്പൊ പക്ഷെ നീതീകരിക്കപ്പെട്ടതെന്നാ അപ്പൊ അവിടെയാ വിഷയം കിടക്കുന്നത്. അല്ല, ദൈവം സംസാരിച്ച പിന്നെ വാഗ്ദത്തം നൽകിയ ആ സമയത്ത് ദൈവം തന്നെ സാക്ഷ്യപ്പെടുത്തി അത് അവന് നീതിയായി കണക്കണം. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ച്, നമ്മൾ ആ വാക്യം എടുത്ത് വായിച്ചതല്ലേ, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന്
നീതിയെ കണക്കിട്ട്. അപ്പൊ അബ്രഹാം നീതീകരിക്കപ്പെട്ടത് എങ്ങനെയാ? വിശ്വാസത്താൽ. അത് കഴിഞ്ഞ് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് താൻ പരിച്ഛേദന ഏൽക്കാനിടയായി തീർന്നത്. അപ്പോൾ അബ്രഹാമിന്റെ എക്സാമ്പിളിൽ നിന്ന് അത് നമുക്ക് അപ്പോസ്തലൻ അത് വ്യക്തമാക്കാനിടയായി തീർന്നു. മാത്രമല്ല അബ്രഹാമിന് അന്ന് തന്നെ നമ്മളെയും കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു സുവിശേഷം പറഞ്ഞിരുന്നു. ആ സുവിശേഷം എന്തായിരുന്നു? നിന്നിൽ സകല വംശങ്ങളും, ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. അത് യഹൂദന്മാര് മാത്രമല്ല, സകല വംശങ്ങളും. ആ അനുഗ്രഹം ആരിലൂടെ ആയിരുന്നു? കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ആയിരുന്നു. ആ അനുഗ്രഹത്തെ കുറിച്ചാണ് പിന്നെ അതേ കാര്യമാണ് ദൂതൻ വന്നിട്ട് ഇടയന്മാരോട് സംസാരിച്ചത്. സകല ലോകത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. അപ്പോ യേശു ക്രിസ്തു എന്ന രക്ഷിതാവ് ദാവീദിന്റെ പട്ടണത്തിൽ ജനിച്ചത് ആർക്ക് വേണ്ടി? യഹൂദന്മാർക്ക് വേണ്ടിയാണോ? സകല മനുഷ്യർക്കുമായിട്ട്, ലോകത്തിന് ലോകത്തെ സ്നേഹിച്ചുകൊണ്ട് ലോകത്തിന് രക്ഷ. അതാണല്ലോ സിമ്യോൻ പറയാണ്, സകല ജാതികളുടെ മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എന്റെ കണ്ണു കണ്ടുല്ലോ. അപ്പോ ഇത് സകല ജാതികൾക്ക്, സകല വംശങ്ങൾക്കും. അത് ആരോട് പറഞ്ഞ സുവിശേഷമാ? അബ്രഹാമിനോട്. തിരുവെഴുത്ത് മുൻകണ്ടിട്ട് അബ്രഹാമിനോട് ആ സുവിശേഷം അറിയിച്ചു എന്നാണ് നമുക്ക് ഇവിടെ വായിക്കാനായിട്ട് സാധിച്ചത്. അപ്പോൾ അബ്രഹാമിനോട് സുവിശേഷം പങ്കുവെച്ചപ്പോഴും, അല്ലെങ്കിൽ ഈ വിഷയം, ഈ വാഗ്ദത്തം അരുളി ചെയ്തപ്പോഴും അവിടെ പറഞ്ഞിരിക്കുന്ന വിഷയം എന്താണ്? ഈ പറഞ്ഞ വ്യക്തിയിലൂടെ, അല്ലെങ്കിൽ ഈ ഒരു സന്തതിയിലൂടെയാണ് ആ അനുഗ്രഹം വരുന്നത്, അല്ലെങ്കിൽ അത് വിശ്വാസത്താൽ മാത്രമാണ് സാധിക്കുന്നത്. അതുകൊണ്ട് അബ്രഹാമിന് ദൈവം വെച്ച അതേ വ്യവസ്ഥ തന്നെ സകല ജാതികൾക്കും ആ നീതീകരണം എന്നുള്ളത് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ആ ഉടമ്പടി നടപ്പാകുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാലും ഇങ്ങനെയൊക്കെ ആണേലും ദൈവം എല്ലാവർക്കും വേണ്ടി രക്ഷ വെച്ചിരിക്കുന്നു. അബ്രഹാമിലൂടെ എല്ലാവരെയും, എല്ലാ ജാതികളെയും അനുഗ്രഹിച്ചിരിക്കുന്നെങ്കിലും അത് അവകാശമാക്കാനായിട്ട് എല്ലാവർക്കും പറ്റുന്നുണ്ടോ? അതാർക്ക് മാത്രമേ ഉള്ളൂ? വിശ്വസിക്കുന്നവർക്കും മാത്രം. മനസ്സിലായി? അപ്പൊ അത് ഞാനൊരു കാര്യം പറയണ്ടായി. ദൈവത്തിന്റെ, അവിടെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ദൈവത്തിന്റെ പ്രൊവിഡൻസ്, കെയർ അല്ലെങ്കിൽ കരുതൽ എന്ന് പറയുന്നതും ആ ഹ്യൂമൻ അപ്രോപ്രിയേഷനും, അതെ മനുഷ്യന്റെ വിനിയോഗവും തമ്മിലൊരു ബന്ധമുണ്ട്. എല്ലാവർക്കും രക്ഷിക്കപ്പെടാൻ അവസരമുണ്ട്, പക്ഷേ എല്ലാവരും രക്ഷിക്കപ്പെടുന്നില്ല. കാരണം എന്താ? ഇത് എങ്ങനെ ഒരാൾ വിനിയോഗിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി ആയിരിക്കും അത്. നമുക്ക് മൂന്നാമത്തെ വിഷയത്തിലേക്ക്, അല്ലെ ആ തത്വത്തിലേക്ക് വരാം. മൂന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ പെട്ടെന്ന് വായിക്കാം. ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവരും ശാപത്തിന് കീഴാകുന്നു. ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെയും ചെയ്യുവാൻ തക്കവണ്ണം അതിൽ നിലനിൽക്കാത്തവനെല്ലാം ശ്രമിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. എന്നാൽ ന്യായപ്രമാണത്താൽ ആരും ദൈവസന്നിധി നീതീകരിക്കപ്പെടുന്നില്ല എന്നത് സ്പഷ്ടം. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നല്ലോ ഉള്ളത്. ന്യായപ്രമാണത്തിന് വിശ്വാസമല്ല ആധാരമായിരിക്കുന്നത്, അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കുമെന്നുണ്ടല്ലോ. മതി, താങ്ക് യു. അപ്പൊ ഇവിടെ മൂന്നാമത്തെ വിഷയം പൗലോസ് അവതരിപ്പിക്കുകയാണ്. വിശ്വാസത്താൽ മാത്രമാണ് നീതീകരണം എന്നുള്ളതിനെ സമർത്ഥിക്കുവാനായിട്ട്. എന്താണ് ന്യായപ്രമാണത്തിന്റെ സ്വാധീനം? ന്യായപ്രമാണത്തിന്റെ സ്വാധീനം എന്താണ്? ന്യായപ്രമാണത്തിന്റെ സ്വാധീനം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അതൊരു ശാപം അല്ലേ? ന്യായപ്രമാണം അതിൽ ആശ്രയിക്കുന്നത് എത്ര യുക്തിരഹിതമാണ് എന്നാണ് പൗലോസോട് ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ ഈ യൂദായിസക്കാര്, അതായത് പൗലോസിന്റെ ശത്രുപക്ഷക്കാരായ ആൾക്കാർ, ആ ഗലാത്യരെ തിരിച്ച അവർ പഠിപ്പിക്കുന്നത് എന്നാണ്? അവർ പഠിപ്പിക്കുന്നത് ഇത് ചെയ്താൽ മാത്രമേ നമുക്ക് നീതീകരിക്കപ്പെടാനായിട്ട്, അല്ലെങ്കിൽ ആ രക്ഷയുടെ പൂർത്തീകരണത്തിലേക്ക് എത്താനായിട്ട് കഴിയുകയുള്ളൂ. എന്നാൽ പൗലോസ് അസന്നിഗ്ധമായിട്ട് പറയുന്ന കാര്യം, അത് പൗലോസായിട്ട് പറയുന്നതല്ല, പൗലോസ് കോട്ട് ചെയ്യുന്നേ ഉള്ളൂ. എവിടെയാ വാക്യം കിടക്കുന്നത്? ആവർത്തന പുസ്തകം 27-26 എഴുതേണ്ടവർക്ക് എഴുതാം. ആവർത്തന പുസ്തകം 27-26 എടുത്തൊന്ന് വായിച്ചു. ഒരാൾക്ക് യാക്കോബ് 2:10 വായിക്കാം. ആവർത്തനം 27-26. ഈ ന്യായപ്രമാണത്തിലെ വചനങ്ങൾ പ്രമാണമാക്കി അനുസരിച്ച് നടക്കാത്തവൻ ജനമെല്ലാം ആമേൻ എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ആമേൻ എന്ന് പറയണം. ഇത് ഓരോ തവണ വായിക്കുമ്പോഴും അത് പിന്നെ അവര് റിപ്പീറ്റ് ചെയ്യണം. അപ്പൊ ഇത് അനുസരിക്കാത്തവൻ, പ്രമാണങ്ങൾ അനുസരിക്കാത്തവൻ എല്ലാം എന്താണ്? ശപിക്കപ്പെടണം. മനസ്സിലായോ? യാക്കോബിന്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് കുറച്ചുകൂടെ സ്പെസിഫിക് ആണ്. യാക്കോബ് 2:10. മുഴുവൻ അനുസരിച്ചു. ന്യായപ്രമാണം എന്ന് പറയുമ്പം 10 കൽപ്പന മാത്രമല്ല, ഞാൻ അതിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ ഒക്കെ പറഞ്ഞായിരുന്നു അല്ലേ. സെറിമോണിയൽ ലോ മാത്രമല്ല, മോറലും
അതുപോലെ അവരുടെ ഭരണപരമായ കാര്യങ്ങൾ, ഇതെല്ലാം അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഏകദേശം 600-ലധികം പ്രമാണങ്ങൾ, കൽപ്പനകളാണ് അതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. 613. അപ്പൊ അത്രയധികം കൽപ്പനകൾ. ഇത് മുഴുവൻ എന്ത് ചെയ്യണം? അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്? കൽപ്പനകളും പ്രമാണിക്കണം. ഒന്നിൽ തെറ്റിയാലോ മൊത്തം പോയി. ഒന്നിൽ തെറ്റിയാൽ മാത്രമല്ല, ഒന്നിൽ ഒരു പ്രാവശ്യം തെറ്റിയാൽ. മനസ്സിലായോ? അപ്പൊ അത് ആലോചിച്ച് നോക്കുക. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന വാക്ക് എന്താണ്? എങ്ങനെയാ? നിങ്ങൾക്ക് പ്രയോജനമില്ലാതായി തീരും, അങ്ങനെ ഒരു വാക്കാണോ? അല്ല, പിന്നെ എന്താ അവിടുത്തെ വാക്കെന്താ? ആവർത്തന പുസ്തകത്തിലെ ശപിക്കപ്പെട്ടവൻ. മനസ്സിലായോ? ഒരു കേഴ്സ്, ഒരു ശാപമാണ് അതിനകത്ത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ആലോചിച്ച് നോക്കി. ഈ പറയുന്ന 600-ലധികം കൽപ്പനകള് അല്ലെ, അത് ഒരാള് പ്രമാണിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പൊ കൽപ്പനകൾ പ്രമാണിക്കാൻ ശ്രമിക്കുമ്പോൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ് വേണ്ടത്. പക്ഷെ അത് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് അതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒരു ശാപം അതിനകത്ത് അറ്റാച്ച് ചെയ്തേക്കാണ്. നമ്മൾ സാധാരണ പറയാറുണ്ട്, ഒരു കാര്യം നമ്മൾ പിന്നെ എന്താ പറയാ, പ്രമാണിക്കണം എന്ന് പറയുന്നതും അനുഗ്രഹത്തിന് വേണ്ടി, അല്ലെ നല്ല ഒരു കാര്യത്തിന് വേണ്ടി. പക്ഷെ പ്രമാണിക്കാതിരിക്കുന്നത് കൊണ്ട് അതിൻ്റെ അകത്തുനിന്ന് നാച്ചുറലായിട്ട് സംഭവിക്കുന്ന അനുഗ്രഹങ്ങളോ അല്ല അതിൻ്റെ ആ ഗുഡ് എഫക്റ്റ് കിട്ടാതിരിക്കുക എന്നുള്ളതാണ്. പക്ഷെ ചില സന്ദർഭങ്ങളിൽ അത് വർക്ക് ചെയ്യത്തില്ല. ഞാനൊരു ഉദാഹരണം പറയാം. നമ്മളെല്ലാവരും നല്ല പോഷകാഹാരം കഴിക്കണം. അത് നമ്മുടെ ഒരു പ്രമാണമാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? നല്ല ആരോഗ്യം ഉണ്ടാകാനായിട്ട്. അപ്പോൾ പോഷകാഹാരം കഴിച്ചാൽ നമ്മുടെ ശരീരം ഹെൽത്തി ആയിട്ട് ഇരിക്കും. അതുപോലെ മറ്റൊരു പ്രമാണമാണ് വിഷം കഴിക്കരുത്. മനസ്സിലായോ? ഇത് രണ്ടും നമ്മൾ എന്ത് ചെയ്യണം? അനുസരിക്കണം. പോഷകാഹാരം കഴിച്ചു, നമുക്ക് എന്ത് ഗുണം കിട്ടും? നമുക്ക് ആരോഗ്യം കിട്ടും. ഇനി അത് കഴിച്ചില്ലെന്ന് വിചാരിക്കും, ഫലത്തിൽ പ്രത്യേകമായ ഒരു പ്രശ്നം നമുക്ക് തോന്നത്തില്ല, അല്ലെങ്കിൽ ഒരു വലിയൊരു വിപത്തായിട്ട് അത് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നില്ല, അല്ലേ? ഫോർ ദ ടൈം ബീങ്, ആ സമയത്തേക്ക്. എന്നാൽ രണ്ടാമത്തെ കാര്യം എടുത്തു നോക്കുക. വിഷം നമ്മൾ കഴിക്കരുത്. ഇതാണ് പ്രമാണം. വിഷം നമ്മൾ കഴിക്കാതിരുന്നാൽ നമുക്ക് ശരീരത്തിൽ വിഷാംശമില്ലാതെ അല്ലെ നല്ല ജീവിതം അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഒരു പ്രാവശ്യം തെറ്റിച്ചു, വിഷം കഴിച്ചു നോക്കി, എന്തു പറ്റും? അതോടെ തീർന്നു. മനസ്സിലായോ? അതാണ് ഈ നയപ്രമാണത്തിന്റെ പിന്നെ അതിൽ ആശ്രയിക്കുന്നത്. ഇവിടുത്തെ പ്രത്യേക പ്രയോഗം വളരെ ശ്രദ്ധേയമാണ്. ന്യായപ്രമാണം ലംഘിക്കുന്നു പോലും അല്ല ഗലാത്യ ലേഖനത്തിൽ പരിശുദ്ധാത്മാവ് അപ്പോസ്തലനെ കൊണ്ട് എഴുതിയിരിക്കുന്നത്. ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ നമ്മൾ വായിച്ച എങ്ങനെയാണ്? ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്നവന്. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ ഇതാണ് രക്ഷയ്ക്കുള്ള മാർഗം എന്ന് വിചാരിച്ച് അതിനെ പിടിക്കുന്ന ഒരു നിലപാടുള്ള ആൾക്കാരെല്ലാവരും ശാപത്തിനെങ്കിലായിരിക്കും ഈ വിഷം കഴിക്കുന്നവർ. ഞാനൊരു ഉദാഹരണം പറഞ്ഞാണ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി. അപ്പോ ഇവിടെ ബ്രേക്കിംഗ് ഈവൻ വൺ കമാൻഡ് ഈവൻ വൺസ് ബ്രിങ്സ് എ പേഴ്സൺ അണ്ടർ ദി കേഴ്സ്. യാക്കോബിന്റെ ലേഖനത്തിൽ അതാ പറയുന്നത്. ഒരു തവണയെങ്കിലും ഒരു കൽപ്പനയെങ്കിലും ലംഘിക്കപ്പെട്ടാൽ അയാള് ശാപത്തിന്റെ കീഴിലാകും. അതായത് ന്യായപ്രമാണത്തിന്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കും. അത് ചെയ്യുക, അത് ചെയ്യുക, അത് ചെയ്യുക. 12-ാം വാക്യത്തിൽ അങ്ങനെയല്ലേ എഴുതിക്കുന്നത്? ന്യായപ്രമാണത്തിനോ വിശ്വാസമല്ല ആധാരമായിരിക്കുന്നത്, അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കും. എവിടെയാണെന്നറിയോ? ലേവ്യ പുസ്തകം 18-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം. ലേവ്യ പുസ്തകം നമുക്ക് അതും എടുത്തൊന്ന് വായിക്കാം. ലേവ്യ പുസ്തകം 18-5. ആകയാൽ എന്റെ ചട്ടങ്ങളും ന്യായങ്ങളും നിങ്ങൾ പ്രമാണിക്കണം. അവയെ ചെയ്യുന്ന മനുഷ്യൻ അവയാൽ ജീവിക്കും. അവയെ ചെയ്യുന്നവൻ അവയാൽ ജീവിക്കും. വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുക. ഇതിനകത്ത് പിന്നെ യാതൊരു സംശയത്തിന്റെയും വകയില്ല. എന്നിട്ട് അതിനോട് ചേർത്ത് വിശ്വാസത്തിനോ അതല്ല ആധാരമായിരിക്കുന്നത്. ന്യായപ്രമാണത്തിന് വിശ്വാസമല്ല ആധാരമായിരിക്കുന്നത്, അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കുന്നുണ്ട് എന്നുണ്ട്. എന്നാൽ വിശ്വാസത്തിനോ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നല്ലോ ഉള്ളത്. അപ്പൊ ഇവിടുത്തെ വലിയ വിഷയം ഈ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു വലിയ ഒരു കുഴപ്പമോ അല്ലെ അങ്ങനത്തെ ഒരു വലിയൊരു തിരുത്തമൊന്നും ആയിരിക്കില്ല പലപ്പോഴും ഈ ദുരുപദേശം എന്ന് പറയുന്നത്. മനസ്സിലായോ? വളരെ ലൈറ്റായിട്ട് അല്ലെങ്കിൽ വളരെ നിരുപദ്രവം എന്ന് തോന്നിക്കുന്ന രീതിയിലായിരിക്കും ഈ ദുരുപദേശം മിക്കപ്പോഴും പിന്നെ എന്താ പറയാ വിശ്വാസികളെ അല്ലെ ദൈവമക്കളെ തെറ്റിച്ച് കളയുന്നത്. അതായത് ഇവിടെ ഈ യൂദായിസക്കാരുടെ അഭിപ്രായം അല്ലെ അവരുടെ പക്ഷം എന്ന് പറയുന്നത്, നിങ്ങൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കണം, ഒരു കുഴപ്പമില്ല, അതാണ് വേണ്ടത്. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ എന്നോട് വേണം
ഈ ന്യായപ്രമാണത്തിന്റെ കുറച്ച് ആ പ്രവർത്തികളിലൂടെ നമ്മൾ ചെയ്യണം അത്യാവശ്യം ആ രക്ഷ പൂർണ്ണമാകാനായിട്ട്. അപ്പം യേശുക്രിസ്തുവിൽ വിശ്വസിക്കരുത്, ആ ഭാഗത്തോട്ട് നോക്കുകയും ചെയ്യരുതെന്ന് പറഞ്ഞാൽ ഈ ഗലാത്യയിലെ ആൾക്കാരൊക്കെ അങ്ങനെയല്ലല്ലോ പൗലോസ് ഞങ്ങളെ പഠിപ്പിച്ചു. പൗലോസ് അങ്ങനെയല്ല, മുഴുവൻ കാര്യങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ പ്രകടമായിട്ട് ഈ കാര്യത്തോട് എതിർത്ത് നിൽക്കാനായിട്ട് ഒരുപക്ഷെ അവർക്ക് സാധിക്കുമായിരുന്നു. എന്നാൽ ഇവർ പറയുന്ന കർത്താവായ യേശുക്രിസ്തുവിനുള്ള വിശ്വാസം വേണം. യേശുക്രിസ്തു യഹൂദനാണല്ലോ, കർത്താവ് യഹൂദ ഗോത്രത്തിലാണല്ലോ വന്നത്. യേശുവിലുള്ള വിശ്വാസവും പിന്നെ എന്തുകൂടെ വേണം? ഈ പറയുന്ന ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളിലൂടെ വേണം. അപ്പം പിശാചിന്റെ ഏറ്റവും വലിയ ഒരു 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 പിന്നെ പ്രയോഗം എന്ന് പറയുന്നത് വഞ്ചനയാണ്. അതായത് ഒറിജിനൽ പോലെ തോന്നിപ്പിക്കുന്ന ചില ഡ്യൂപ്ലിക്കേറ്റ്സ് അവതരിപ്പിക്കും. അതായത് ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞ് ആരോ പറഞ്ഞായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഇതിലേതാ നല്ലത് ഇതിലേതാ മോശമെന്ന് അല്ലെ അതിന്റെ പിന്നെ റെപ്പറ്റീഷൻ എന്നുള്ള അറിയാൻ പറ്റത്തില്ലാതെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുന്ന നിലയിൽ ഉള്ള ഒരു സിറ്റുവേഷൻ. അതാണ് ഭയങ്കര വഞ്ചന. അപ്പം ഇത് തന്നെ അല്ലേ ശരി, അതല്ലേ ശരി എന്ന് തോന്നിപ്പോവുക. ഇവർ പറയുന്നത് എന്നാന്നറിയോ? ഇവർ പറയുന്നത് നിങ്ങൾ കർത്താവിനെ ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല, പക്ഷേ ഇതൂടെ വേണം. എന്നാൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ് ഇത് രണ്ടുകൂടെ കൂട്ടിക്കുഴയ്ക്കാനായിട്ട് പറ്റത്തില്ല. മുമ്പ് അബ്രഹാമിന്റെ കാര്യത്തിലും പൗലോസ് ഇത് തന്നെ അല്ലെ പരിശുദ്ധാത്മാവ് പൗലോസിനോട് പറയിച്ചതാണ്. രണ്ട് കാര്യങ്ങളൂടെ നമ്മൾ ഇട്ട് മിക്സ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല. ഇന്നത്തെ ഞാൻ പറഞ്ഞല്ലോ ഈ പിശാചിന്റെ ഏറ്റവും വലിയ പിന്നെ ചതി എന്ന് പറയുന്നത് എല്ലാം നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ള ഒരു തോന്നലുണ്ടാക്കുകയാണ്. ചില പ്രത്യേക സഭകളുണ്ട്, ന്യൂ ജനറേഷൻ ചർച്ചസ് എന്ന് നമ്മൾ പൊതുവെ വരെ വിളിക്കും. അവരുടെ അതിലെ ചില ഗ്രൂപ്പുകാരുടെ പഠിപ്പിക്കൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ പോകുന്നത് യാക്കോബയിലോ ഓർത്തഡോക്സിലോ അല്ലെങ്കിൽ ഏത് സഭയിലോ ആണെങ്കിലും അവിടെ പോക്കോ, അവിടുത്തെ മെമ്പർഷിപ്പ് പോക്കോ, കുഴപ്പമില്ല, പക്ഷേ കൂട്ടായ്മയ്ക്ക് നമ്മുടെ അടുത്ത് അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ അതിൻ്റെ അകത്ത് ആ വഞ്ചന തന്നെ. പുള്ളി സുവിശേഷം പറയും, രക്ഷിക്കപ്പെടണമെന്ന് പറയും, പിന്നെ എന്ത് ചെയ്യണം? നിൽക്കുന്നിടത്ത് നിൽക്കാന്ന് പറഞ്ഞാൽ കുർബാന മറ്റു പരിപാടി. അതായത് ഇതിന്റെ നേരെ ഘടകവിരുദ്ധമല്ലേ. അതായത് ഒരിടത്ത് നമ്മൾ ദൈവവചനത്തിലെ സത്യങ്ങൾ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് പ്രസംഗിക്കുന്നു, അല്ലെ അത് കേൾക്കുന്നു, പ്രാർത്ഥന ആ കാര്യങ്ങളെല്ലാം അതുവഴി നടക്കുന്നു. എന്നിട്ട് പറയാണ് നിങ്ങൾ ആ നിൽക്കുന്നിടത്ത് തന്നെ നിന്നതെല്ലാം ചെയ്യുക. പ്രശ്നം എന്താ? നമ്മുടെ ആ അടിസ്ഥാന ഉപദേശത്തിലേക്ക് പോകുമ്പോൾ അവിടെയുള്ള ആ 7 കാര്യങ്ങളിലെ പിന്നെ വേർപാട് എന്നുള്ളത് അവർക്ക് പ്രശ്നമല്ല. മനസ്സിലായോ? അതായത് അവരെന്താ ചെയ്തേ? അവന്റെ വാക്ക് കൈക്കൊണ്ടു സ്നാനമേറ്റു, അവരോട് ചേർന്നു. അത് അവരാരോട് ചേർന്നു? അതാണ് പ്രശ്നം. ഈ ചെറിയ ഗ്രൂപ്പിനോട് ആ വലിയ ഗ്രൂപ്പായ 3000 ചേർന്നു. മനസ്സിലായോ? ഇപ്പോഴത്തെ ഉപദേശങ്ങൾ തിരിച്ചാണ്. ഇപ്പൊ അവർ പറയുന്നത് പള്ളിയിൽ തന്നെ നിന്നിട്ട് അവിടെയുള്ള ബാക്കിയുള്ളവരെ കൂട്ടി നമുക്കൊരു നല്ല കൂട്ടായ്മയില് നല്ലൊരു സ്നേഹത്തിൽ ബന്ധത്തിൽ മുമ്പോട്ട് പോകാം. നോ, അങ്ങനെയല്ല. മിസ്രൈമിൽ നിന്നിട്ട് നമുക്കുള്ള ആരാധന പറ്റത്തില്ല. അവിടുന്ന് എന്ത് ചെയ്യണം? പുറപ്പെട്ട് വേർപെട്ടിരിക്കണം. മനസ്സിലായോ? അപ്പൊ ഇവിടെയാണ് ഈ വിഷയം കിടക്കുന്നത്. ഞാൻ അതിന്റെ ഇടയിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഒരു കാരണവശാലും വിശ്വാസത്തിന്റെ പ്രമാണവും ന്യായപ്രമാണവും കൂടെ കൂട്ടിക്കുഴയ്ക്കാനായിട്ട് പറ്റത്തില്ല. അത് മറ്റേ പിന്നെ ബിംബം കളിമണ്ണും മെറ്റലും അല്ലെ അതെല്ലാം കൂടെ വെച്ചിട്ട് കണ്ട അതുപോലെ ആയി പോകും. അത് തകർന്നു പോകാനായിട്ട് ഇടയായി തീരും. അപ്പോ ഇവിടുത്തെ യൂദായിസക്കാരുടെ പഠിപ്പിക്കലിന്റെ കാര്യം ഞാൻ പറയുകയായിരുന്നു. ന്യായപ്രമാണം കൃപയുടെ പ്രമാണം കൂടെ ബന്ധിപ്പിച്ച് എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു അവിയൽ പരുവത്തിൽ കൊണ്ടുപോകാം എന്ന് വിചാരിച്ചാൽ പറ്റത്തില്ല. ദാറ്റ് ഈസ് ഇമ്പോസിബിൾ. ദൈവത്തിന്റെ വ്യവസ്ഥ എന്ന് പറയുന്നത് ഏത് കാലത്തും ഒരൊറ്റ ഒരെണ്ണമായിരുന്നു. എന്തായിരുന്നത്? ആ കൃപയുടെ പ്രമാണം അല്ലെങ്കിൽ കൃപയാൽ വിശ്വാസത്താൽ എന്ന് മാത്രമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അക്കോർഡിംഗ് ടു ദ ലോ, അതായത് പ്രമാണം, ന്യായപ്രമാണം അനുസരിച്ച് പെർഫെക്റ്റ് പെർഫോമൻസ്, അതായത് ഒരെണ്ണത്തിൽ പോലും തെറ്റാതെയുള്ള പൂർണ്ണമായ അനുസരണം, അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കും. ഇവിടെ എഴുതിയിട്ടുണ്ട്, ലേവ്യ പുസ്തകത്തിലെ വാക്യം അത് തന്നെയാണ്. അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കും എന്നല്ല, പൂർണ്ണമായ അനുസരണം. അത് മാത്രമായിരുന്നു ഒരു ഡിവൈൻ അപ്രൂവൽ, അതായത് ദൈവികമായ ഒരു പിന്നെ ആശീർവാദത്തിന് അല്ല അനുഗ്രഹത്തിനുള്ള വ്യവസ്ഥ എന്ന് പറയുന്നത്. അത് നമുക്കറിയാം, ദാറ്റ് ഈസ് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ. ഒരു മനുഷ്യനെ കൊണ്ട് സാധിക്കത്തില്ല എന്നുള്ളത് അതാണ് യാക്കോബിന്റെ ലേഖനത്തിൽ നിന്ന്. ഒരിക്കൽ എങ്കിലും തെറ്റിയാൽ, അതിൽ ഒന്നിലെങ്കിലും തെറ്റിയാൽ അവൻ ശാപത്തിന് കീഴിലാണ് എന്ന് പറയാണ്. ഇതിനെ ഏറ്റവും അധികം മനോഹരമായിട്ട് സമർത്ഥിക്കാനായിട്ട് അപ്പോസ്തലൻ വേറൊരു ഉദാഹരണം പറയുകയാണ്. അതാണ് അതിന്റെ 12-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഇതെവിടെയാണ് എഴുതിയേക്കുന്നത്? ഇതിനെക്കുറിച്ച് വല്ല ഈ ദിവസങ്ങളിൽ കേട്ടായിരുന്നോ? ആരാ കേട്ടെ? എല്ലാരും കേട്ടതാണ്. കർത്താവ്
നമ്മളെ സഹായിച്ചു. വളരെ അനുഗ്രഹീതമായ ഒരു മെസ്സേജ് എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നുള്ളത് സംബന്ധിച്ച് TV മാതിച്ചായനോട് കേൾക്കുകയുണ്ടായി. അപ്പൊ ഹബക്കൂക്കിന്റെ പ്രവചനത്തിൽ, ഓക്കെ, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഹബക്കൂക്കിന്റെ പ്രവചനത്തിൽ നിന്നുള്ള ആ വാക്യം എടുത്തുകൊണ്ട് ഇവിടെ പറയാണ്, അപ്പോസ്തലൻ പറയാണ്, ന്യായപ്രമാണ യുഗം, അതായത് ആ ന്യായപ്രമാണം നൽകിയ കാലത്ത് പോലും ദൈവം ഹബക്കൂക്ക് പ്രവാചകനെ കൊണ്ട് എന്നാ പറയിച്ചത്? ന്യായപ്രമാണത്താൽ എന്റെ നീതിമാൻ ജീവിക്കും എന്നാണോ? പിന്നെ എന്താ പറഞ്ഞത്? ഇത് ഏത് യുഗത്തിലാ? ഹബക്കൂക്ക് ഏത് യുഗത്തിലാ ജീവിച്ചിരുന്നത്? ന്യായപ്രമാണ യുഗത്തിൽ അല്ലേ? എന്നാൽ ആ യുഗത്തിൽ അല്ലെ ആ സമയത്തും പറയുകയാണ് എന്റെ നീതിമാൻ, അല്ലെങ്കിൽ നീതിമാൻ, അവിടെ എന്റെ എന്ന് പറഞ്ഞിട്ടില്ല, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. നമുക്കറിയാം എബ്രായ ലേഖനത്തിലും നമുക്കത് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇവിടെ ഒരു എന്താ പറയുക, ദൈവം ഒരു 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 എന്താ പറയുന്നത്, ഒരു ലീഗൽ ഒബീഡിയൻസ്, ഈ ന്യായപ്രമാണത്തിന്റെ ഒരു അനുസരണമല്ല നീതീകരണത്തിലുള്ള വ്യവസ്ഥയായിട്ട് കണ്ടിരുന്നത് എന്നുള്ളതിന്റെ തെളിവാണ് ഹബക്കൂക്ക് പ്രവാചകനെ കൊണ്ടും പറയിച്ചത്. അപ്പോൾ ന്യായപ്രമാണം എന്തിനാ കൊടുത്തത്? അതിലേക്ക് വരുന്നുണ്ട്. എന്തായിരുന്നു അതിന്റെ നീഡ് എന്നുള്ളത്, അതിന്റെ ആവശ്യം എന്തായിരുന്നു എന്നുള്ളത് ഈ ലേഖനത്തിൽ തന്നെ, ഈ അധ്യായത്തിൽ തന്നെ പറയുന്നത്. നമുക്കത് അടുത്തൊരു പോയിന്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അതിലേക്ക് ഞാൻ അതുകൊണ്ട് ഇപ്പോൾ പോകുന്നില്ല. ന്യായപ്രമാണം കൊടുത്തത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇതിനെക്കുറിച്ചുള്ള ഒരു പരിജ്ഞാനം കൊടുക്കണം. അതായത് പാപത്തെക്കുറിച്ച്, ലംഘനത്തെക്കുറിച്ച്, പ്രമാണങ്ങൾ വിട്ടുപോകുന്നതിനെ കുറിച്ചുള്ള ഒരു അറിവ്, അവയർനെസ്, ഒരു പരിജ്ഞാനം അവർക്ക് നൽകാൻ വേണ്ടിയാണ് ശരിക്കും ന്യായപ്രമാണം കൊടുത്തത്. അപ്പൊ ദൈവത്തെ അബദ്ധം പറ്റുമൊന്നുമല്ല. ഇത് പ്രമാണിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഇത് കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ഇതാണ് ചില ആൾക്കാർ ചോദിക്കുന്നത്. ദൈവത്തിന് അങ്ങനെ ഒരു അബദ്ധം പറ്റിയതല്ല. ദൈവം ഇവിടെ പല പ്രയോഗങ്ങളും, ഒരു ശിശുപാലകനായിട്ട് ആ കർത്താവിലേക്ക് നയിക്കാൻ തക്കണം ഒരു ടീച്ചറായിട്ടൊക്കെയാണ് ന്യായപ്രമാണത്തെ അവർക്ക് നൽകിയത്. അല്ലാതെ ഒരിക്കലും അതിലൂടെ ഒരു നീതീകരണം സാധ്യമാകുകയില്ലായിരുന്നു. അത് ഹബക്കൂക്കിനെ കൊണ്ട് ദൈവം പറയിപ്പിച്ചു. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. നീതീകരിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ്. ഇവിടെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ 3-ാം അധ്യായത്തിന്റെ ആ 10-ാം വാക്യം അത് ആരംഭിക്കുന്നത് ന്യായപ്രമാണം ലംഘിച്ച ഏവനും, അങ്ങനെയാണോ? അല്ല, ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവരും ശാപത്തിന് കീഴാകുന്നു എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണം അനുസരിച്ച് ദൈവപ്രസാദം നേടാമെന്ന് കരുതുന്നവർ, അല്ലെങ്കിൽ അതിൽ നിലനിൽക്കാത്തവൻ, ആവർത്തന പുസ്തകത്തിലെ പ്രയോഗത്തിൽ പറഞ്ഞാൽ അതിൽ നിലനിൽക്കാത്തവൻ. ഞാൻ ഒന്നുകൂടെ പറയാം, ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി അതിൽ ആശ്രയിച്ച് ദൈവപ്രസാദം നേടാമെന്ന് വിചാരിച്ച് അതിൽ നിലനിൽക്കാൻ ശ്രമിക്കുന്നവർ, അല്ലെങ്കിൽ അതിൽ നിലനിൽക്കാത്തവൻ, തീർച്ചയായിട്ടും അങ്ങനെയുള്ളവരാണ് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്നവൻ എന്ന പ്രയോഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്നത്. ന്യായപ്രമാണം ഒരു ദിവസത്തേക്കോ അല്ലെ ഒരു വർഷത്തേക്കോ ഒരു മാസത്തേക്കോ ഒരാഴ്ചത്തേക്കോ അങ്ങനെയൊന്നുമല്ല. ഈ പറയുന്ന ആ 600-ലധികം കൽപ്പനകൾ അത് തുടർമാനമായിട്ട് അനുസരിച്ചുകൊണ്ടേ ഇരിക്കണം. അതിൽ നിന്ന് ഒരു തരത്തിലുമുള്ള ഒരു ഒഴിവില്ല. ന്യായപ്രമാണം പറയുന്നു പ്രവർത്തിച്ച് ജീവിക്കുക, എന്നാൽ കൃപയുടെ പ്രമാണം എന്താ പറയുക? എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഇപ്പൊ ന്യായപ്രമാണത്തിന് കീഴുള്ള ഒരു വ്യക്തി ഒരിക്കലും വിശ്വാസത്താൽ ജീവിക്കുന്നില്ല. കാരണം അവിടുത്തെ പ്രമാണം എന്താ? ലേവ്യ പുസ്തകത്തിൽ നമ്മൾ വായിച്ച ഇവിടെ എഴുതിയിട്ടുണ്ട്, പ്രവർത്തിച്ച് അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കുക, അല്ലെങ്കിൽ പ്രവർത്തിച്ച് ജീവിക്കുക. അപ്പൊ അവിടെ വിശ്വാസം എന്ന് പറയുന്ന ഒരു വ്യവസ്ഥ വരുന്നില്ല. അപ്പൊ ന്യായപ്രമാണം അല്ലെങ്കിൽ അത് മാർഗത്തിലൂടെ ഒരാൾ നീതീകരണം തേടുകയാണെങ്കിൽ അയാൾ വിശ്വാസത്താൽ ജീവിക്കുന്നില്ല. നമ്മൾ A=B എന്ന് മാത്തമാറ്റിക്സിൽ ഒരു ഫോർമുല പറയുകയാണെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ ഇതിനെ ചിന്തിക്കണം. അതായത് ന്യായപ്രമാണം എന്ന് പറയുന്ന വിഷയത്തിൽ അതിൻ്റെ പ്രമാണമായിട്ട് നമ്മൾ കണ്ടത് അതിനെ പ്രവർത്തിക്കുന്നവൻ ജീവിക്കുക, അല്ലെങ്കിൽ പ്രവർത്തിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. അപ്പൊ കൃപയുടെ പ്രമാണത്തിൽ അതിനകത്ത് വിശ്വാസം എന്ന് പറഞ്ഞൊരു സംഗതിയെ വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരാൾ ന്യായപ്രമാണം മുഖാന്തരം നീതീകരിക്കപ്പെടാനായിട്ട് ആ കാര്യം ഏറ്റെടുക്കുകയാണ്, അതിൽ ആശ്രയിക്കുകയാണ്. അയാളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാം വിശ്വാസം എന്ന് പറയുന്നൊരു വിഷയം അവിടെ വരുന്നില്ല. ദൈവത്തിന്റെ പ്രമാണം എന്താണ്? നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അങ്ങനെയാണെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ ന്യായപ്രമാണപ്രകാരം ഉള്ള ഈ വ്യക്തിക്ക് ഒരു കാരണവശാലും ആ വ്യക്തി ഒരിക്കലും വിശ്വാസത്തിൽ ജീവിക്കുന്നില്ല. നീതിമാൻ വിശ്വാസത്തിൽ ജീവിക്കും, പക്ഷെ ന്യായപ്രമാണം അനുസരിക്കാൻ അല്ലെ ആശ്രയിക്കുന്ന ഒരാൾ വിശ്വാസത്തിൽ ജീവിക്കുന്നില്ല. ഇവിടെ പറയുകയാണെങ്കിൽ അവരെ ശാപത്തിന് കീഴിലാണ്. ഇതാണ് ആകെക്കൂടെ പൗലോസ് ഈ 3-ാമത്തെ പോയിന്റ് അല്ലെങ്കിൽ ഈ തത്വം ഇവിടെ പ്രസന്റ് ചെയ്യുമ്പോൾ ഉദ്ദേശിക്കുന്നത്. ന്യായപ്രമാണം എന്ന് പറയുന്നതിലൂടെ ഒരാൾ ദൈവത്തെ പ്രസാദിക്കാൻ ശ്രമിച്ചാൽ നടക്കത്തില്ല. അത് അയാളെ ശാപത്തിന് കീഴിലേക്ക് മാത്രമാണ് നയിക്കുന്നത്. എന്നാൽ കൃപയാൽ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുവാനായിട്ട് ദൈവം ഏറ്റവും ലളിതമായ ഈ വ്യവസ്ഥ വച്ചിരിക്കുന്നു. അത് പഴയ നിയമത്തെ കാലത്തും തൻ്റെ ദാസനിലൂടെ ദൈവം ആ കാര്യം പറയുവാനിടയായി തീർന്നു. അതാണ് ഹബക്കൂക്കിൽ നിന്ന് നമ്മൾ വായിച്ചത്, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും.
നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് 13-14 വാക്യങ്ങളാണ്. അത് നമുക്ക് വായിക്കാം. തോന്നുന്നവരെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി. അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തു യേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. അപ്പോ നാലാമത്തെ കാര്യം, ഒന്നാമത്തേത് ഗലാത്യരുടെ സ്വന്തം അനുഭവം, രണ്ടാമത് അബ്രഹാമിന്റെ അനുഭവം, മൂന്നാമതായിട്ട് ന്യായപ്രമാണത്തിന്റെ സ്വാധീനം, നാലാമതായിട്ട് ഇവിടെ പറയാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ പ്രവൃത്തി. അതിനെക്കുറിച്ച് വളരെ ഏറ്റവും ഉന്നതമായ ചില പരാമർശങ്ങൾ നടത്തുകയാണ്. അവിടെ ഒരു കോട്ടിംഗ് ഉണ്ട്, മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ഇപ്പം നമ്മൾ പറഞ്ഞു വെച്ചത് ന്യായപ്രമാണത്തിന്റെ എഫക്റ്റ്, ന്യായപ്രമാണത്തിന്റെ സ്വാധീനമാണ്. അതനുസരിച്ച് എന്താ സംഭവിക്കുന്നത്? സകലരും ശാപത്തിന് കീഴിലാണ്. അതിൽ ആശ്രയിക്കുന്ന, അത് വെച്ച് ചെയ്ത് ദൈവപ്രസാദം നേടാമെന്ന് വിചാരിക്കുന്നവരെല്ലാം ശാപത്തിന് കീഴിലാണ്. എന്നാൽ ഇവിടെ ഒരാളെ കുറിച്ച് പറയണം. അതിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, നമുക്കറിയാം, ആവർത്തന പുസ്തകം 21:22 അതിൽ എടുത്തു വായിക്കണ്ട. അതായത് മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനാണ്. സത്യത്തില് ഇതൊരു എന്താ പറയുന്നത്, ദൈവത്തിന്റെ ഒരു 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 എന്താ പറയാ, ഒരു മരത്തിന്മേൽ തൂങ്ങുന്നത് കൊണ്ടാണ് ഈ ശാപം എന്നുള്ള രീതിയിലല്ല അത് അവതരിപ്പിച്ചിരിക്കുന്നത്. ശപിക്കപ്പെട്ടവനെ എന്ത് ചെയ്യുകയാണ്? മരത്തിന്മേൽ തൂങ്ങി. ഇസ്രായേലിലെ വധശിക്ഷ എങ്ങനെയാണ്? ഒരു ശാപകരമായ അല്ലെങ്കിൽ കുറ്റകരമായ ഒരു ക്രിമിനലിനെ എങ്ങനെയാ കൊല്ലുന്നത്? കല്ലെറിഞ്ഞ കൊല്ലുന്നത് അല്ലേ? അവിടെ കല്ലെറിഞ്ഞ് കൊന്നതിന് ശേഷമാണ് കെട്ടിത്തൂക്കുന്നത്. അതെന്തിനാണെന്നറിയോ? ഇവൻ ശപിക്കപ്പെട്ടവൻ എന്നുള്ളത് കാണിക്കാനായിട്ട്. അപ്പൊ അത് ആ രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് യോശുവയുടെ പുസ്തകത്തിൽ നമുക്കത് കാണാനായിട്ട് സാധിക്കും. അപ്പൊ അതായത് ഇവിടെ തൂങ്ങിയത് കൊണ്ടല്ല ശപിക്കപ്പെടുന്നത്. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ശപിക്കപ്പെട്ടവനെ എന്ത് ചെയ്യുന്നു? പരസ്യമായിട്ട് ഡിസ്പ്ലേ ചെയ്യുന്നു. മനസ്സിലായോ? മറ്റുള്ളവർക്ക് കാണാനായിട്ട്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ശാപം അത് ഒന്ന് കാണിക്കാനായിട്ട് ഇവിടെ അങ്ങനെ ഒരു പോസ്റ്റിൽ ഷെയർ ചെയ്യുക, അല്ലെ പ്രദർശിപ്പിക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. മരണത്തിന് ശേഷം എന്നാൽ കർത്താവിനെ ഈ റോമൻ ശിക്ഷാ നിയമപ്രകാരമാണ് കൊല്ലുവാനിടയായിത്തീർന്നത്. ക്രൂശീകരണം അങ്ങനെയാണ് സംഭവിച്ചത്. അതിൽ തന്നെ ഒരു സാധാരണ പൗരനുള്ള മരണമല്ല ക്രൂശിക്കപ്പെട്ടത്. പിന്നെ ആർക്കുള്ളതാണ്? അടിമകൾക്കുള്ളതാണ്. അപ്പൊ ഏറ്റവും ശാപകരമായ ഒരു മരണം എന്ന് നമുക്ക് അതിനെ പറയാനായിട്ട് സാധിക്കും. അപ്പൊ മൂന്നാമത്തെ ഈ വാദം, ന്യായപ്രമാണത്തിന്റെ കീഴിലുള്ള എല്ലാവരും ശാപത്തിന് കീഴിലാണ് എന്ന് പൗലോസ് പറഞ്ഞു നിർത്തിയിട്ട് അവിടെ കൊണ്ട് അവസാനിപ്പിച്ചിരുന്നെങ്കിൽ കഥ എല്ലാം പോയേ. ആർക്കും ഒരു പ്രതീക്ഷയില്ല. എന്നാൽ സ്വർഗത്തിലെ ദൈവം അത് അനുവദിച്ചിട്ടില്ല. നമുക്ക് എല്ലാവർക്കും, ലോകത്തിന് മുഴുവൻ പ്രതീക്ഷ നൽകിക്കൊണ്ട് തൻ്റെ വാദങ്ങൾ വീണ്ടും പൗലോസ് അടുത്തത് വെക്കുകയാണ്. അതെന്താണ്? ഏതൊരു വ്യക്തിക്കും, അതായത് ന്യായപ്രമാണം അനുസരിക്കാത്ത, അതിനെ ചെയ്യാൻ പറ്റാതെ ഈ ശാപത്തിന് കീഴാകുള്ള ഏതൊരു വ്യക്തിക്കും ഒരു ഹോപ്പുണ്ട്. എങ്ങനെയാണ് ആ ഹോപ്പ് വരുന്നത്? അത് മനുഷ്യനിൽ നിന്നുള്ള ഒരു പ്രതീക്ഷയല്ല, പിന്നെ സ്വർഗത്തിൽ നിന്നുള്ള കർത്താവായ യേശു ക്രിസ്തുവിലൂടെയുള്ള ഒരു പ്രതീക്ഷയാണ്. ഇവിടെ ഒരു പ്രത്യേക പദപ്രയോഗമുണ്ട്. ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലക്കി വാങ്ങി. മനസ്സിലായോ? ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലക്കി വാങ്ങി. വിലക്കി വാങ്ങുക, ശാപത്തിൽ നിന്ന് എങ്ങനെയാണ് വീണ്ടെടുത്തത്? സാധാരണ വീണ്ടെടുപ്പ് എന്നുള്ളതിന് നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് റെഡീമർ, വീണ്ടെടുപ്പുകാരൻ, അതാണ്. ഇവിടെ ആ പദം ഉപയോഗിച്ചിരിക്കുന്നത് അതിന്റെ ഭാഷയിൽ എക്സെഗൊറാസോ എന്നാണ്, അല്ലെ എക്സെഗൊറാസൻ എന്ന് പറഞ്ഞാല് ബൈ ഔട്ട് ഓഫ് സ്ലേവറി, അതായത് അടിമച്ചന്തയില് വിൽക്കാനായിട്ട് അടിമകളെ കൊണ്ട് നിർത്തും. പഴയ കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു. ആ സ്ഥലത്ത് പോയിട്ട് ഒരു അടിമയെ കണ്ട് വാങ്ങിക്കാൻ പോകുന്ന ആൾക്ക് താല്പര്യം ഉണ്ടായാൽ അദ്ദേഹം അതിന് വിൽക്കുന്ന ആളുമായിട്ട് വില പറഞ്ഞു കുറച്ചിട്ട് ആ പണം കൊടുത്തിട്ട് ഈ അടിമയെ വാങ്ങിക്കും. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് സംഭവിക്കുന്നുണ്ട്, പൂർണ്ണമായിട്ട് ഉടമസ്ഥാവകാശം
ഈ വാങ്ങിക്കുന്ന ആൾക്കാരാണ്. ഇവിടെ അതിനൊരു വലിയ അർത്ഥമുണ്ട്. അത് നമ്മൾ നേരത്തെ ചിന്തിച്ച ആ പിന്നെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട്, വിശുദ്ധീകരണവുമായിട്ട് ബന്ധപ്പെട്ട് വളരെയധികം കണക്റ്റഡ് ആണ്. അതായത് നമ്മളെ എങ്ങനെയാ വീണ്ടെടുത്തത്, റെഡീം ചെയ്തത്, വിലയ്ക്ക് വാങ്ങിയത്, അടിമയായിരുന്ന, പിശാചിന്റെ അടിമയായിരുന്ന, പാപത്തിന് ദാസനായിരുന്ന നമ്മളെ കർത്താവ് വീണ്ടെടുത്തു. എങ്ങനെ വീണ്ടെടുത്തു? വലിയ വില. ആ വലിയ വില എന്താന്ന് നമുക്കറിയാം. നിങ്ങളെ പൊന്ന വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ ദൈവ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ട് വീണ്ടെടുത്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ ആ പ്രഷ്യസ് ബ്ലഡ്, അതിന്റെ വില എന്ന് പറയുന്നത് നമുക്ക് നിർണ്ണയിക്കാനായിട്ട് പറ്റത്തില്ല. അത്ര വിലയേറിയ രക്തത്താലാണ് വീണ്ടെടുത്തിരിക്കുന്നത്. എന്നിട്ട് എന്താണ് അങ്ങനെ വീണ്ടെടുത്തുകൊണ്ട് എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇനി അവിടുത്തെ കോണ്ടക്സ്റ്റിൽ ആലോചിച്ച് നോക്കുക. ഈ ഒരിക്കൽ പാപത്തിന് അടിമയായിരുന്ന ഞാൻ ഇന്ന് വേറൊരു യജമാനന്റെ സ്വന്തമായി. അപ്പൊ അടിമയെ വേറൊരാൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ, ഇപ്പം പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന ആളുടെ സ്വന്തമായി, ആ ആൾക്ക് എന്തും ചെയ്യാനായിട്ട് പറ്റും. അയാൾക്ക് വീട്ടിൽ കൊണ്ടുപോയി പിന്നെ അകത്തെ ജോലി ചെയ്യിപ്പിക്കാം, അതല്ല പുറത്തെ ജോലിയാണ് ഇതാണെങ്കിൽ അത് ചെയ്യിപ്പിക്കാം. അങ്ങനെ ഞാൻ ആ ജോലിയുടെ മാത്രമല്ല, അയാളെ കൊണ്ട് എന്തും ചെയ്യിക്കാനുള്ള സ്വാതന്ത്ര്യം ആർക്കുണ്ട്? ഒരു മൃഗത്തെയോ അല്ലെങ്കിൽ ആ നിലയിൽ എന്തിനെ ഉപയോഗിക്കുന്നോ അതുപോലെ ഉപയോഗിക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യം, അതിനുള്ള അവകാശം കിട്ടിയിരിക്കുകയാണ് ഈ വീണ്ടെടുപ്പിലൂടെ. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി. എക്സഗുറാസൻ, മനസ്സിലായോ? ആ പദം വളരെ അധികം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മളെ വിലയ്ക്ക് വാങ്ങി, അതായത് പിന്നെ സ്ലേവറിൽ നിന്ന്, അടിമത്തത്തിൽ നിന്ന് നമ്മളെ വില കൊടുത്ത് വാങ്ങി തൻ്റെ സ്വന്തമാക്കി വെച്ചിരിക്കുന്നു. അതിൻ്റെ അർത്ഥം ഇനി മുതൽ ഞാൻ വേറൊരാളുടെ, കർത്താവിൻ്റെ സ്വന്തമാണ്. തൻ്റെ ഇഷ്ടം മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ, അല്ലെ എൻ്റെ ജീവിതത്തിൽ നടക്കേണ്ടത്. നമുക്കറിയാം, പ്രായോഗിക വിശുദ്ധീകരണത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ദേഹിയുടെ രക്ഷ ആ കാര്യത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കർത്താവിൻ്റെ ഇഷ്ടം ചെയ്ത് ആണ്. അതിൻ്റെ അടുത്ത പ്രയോഗം എന്തായിരുന്നു? പിന്നെ അവര് നമ്മൾ 2-ാം അധ്യായത്തിൽ കണ്ടത് എങ്ങനെയായിരുന്നു? ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുക. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാനായിട്ട് ഞാൻ ദൈവത്തിനായി ജീവിക്കേണ്ടതിന്, 2-ാം അധ്യായത്തിൽ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിനായി ജീവിക്കേണ്ടതിന് ആണ് ന്യായപ്രമാണത്തിന് ഞാൻ മരിച്ചിരിക്കുന്നത്, പൗലോസ് പറയുകയാണ്. അപ്പോൾ ഇവിടെ ഞാൻ ആ പഴയ അടിമത്തത്തിൽ നിന്ന് പിന്നെ എന്നെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത് കൊണ്ട് ഇനി ഒരൊറ്റ ഒരു ഉദ്ദേശമുള്ള എന്നെ കൊണ്ട്, അതാണെന്ത്? ദൈവത്തിനായിട്ട് ജീവിക്കുക. അത് മാത്രമാണ് എന്നെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. ഇവിടെ നമുക്കറിയാം, നമ്മള് ശാപത്തിൽ നിന്ന് നമ്മെ എങ്ങനെ എഴുതിയിരിക്കുന്നത്? ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു, ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി, നമ്മളെ റെഡീം ചെയ്തു. അതവിടെ നിൽക്കട്ടെ. ഇനി കർത്താവ് നമുക്ക് വേണ്ടി ശാപമായി തീർന്നു, അതെങ്ങനെ സാധിക്കും? യേശുക്രിസ്തു നമ്മളെ എങ്ങനെ ശാപത്തിൽ നിന്ന് വീണ്ടെടുത്തു എന്നുള്ളതിന് ഉത്തരവാണ് കർത്താവ് നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. മനസ്സിലായോ? അതായത് ബിക്കമിങ് എ കഴ്സ് ഫോർ അസ്, സബ്സ്റ്റിറ്റ്യൂഷണറി റിഡംഷൻ എന്നൊക്കെ പറയും. അതെങ്കിൽ പ്രതിപകരമായിട്ട് നമുക്ക് വേണ്ടി ശാപമായിട്ട് തീർന്നു. ഇത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് എത്രത്തോളം പറ്റും എന്നറിയത്തില്ല. നമുക്കറിയാം, ഇതെങ്ങനെ കർത്താവ് സാധിച്ചത്? ന്യായപ്രമാണത്തിന്റെ ശാപം എന്നുള്ളത് നമ്മുടെ മേലുണ്ടായിരുന്നതാണ്, ശരിയല്ലേ? ലോകത്തെ സകല മനുഷ്യന്റെ മേലും ആ ശാപം നിൽക്കുകയാണ്. കാരണം ആർക്കും അത് പ്രവർത്തിച്ച്, അത് ചെയ്യുന്നവൻ അതിലാണ് ജീവിക്കുന്നത്. അത് ചെയ്യാൻ കഴിയാത്തടത്തോളം കാലം ആർക്കും അത് ചെയ്ത് ദൈവപ്രസാദം നേടാനായിട്ട് കഴിയത്തില്ല. സോ ഓട്ടോമാറ്റിക്കലി ആ ശാപം നമ്മുടെ മേലെല്ലാം കിടക്കുകയാണ്. ഇപ്പൊ ഇവിടെ എന്താ ശാപം? ക്രിസ്തു നമ്മെ ശാപത്തിൽ നിന്ന് വിലയ്ക്ക് വാങ്ങി അതിനുവേണ്ടി എന്താ ചെയ്തത്? നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. അതെങ്ങനെയാണ് സംഭവിച്ചത്? ഹി ബിക്കെയിം എ കേഴ്സ് ഫോർ അസ്. നമുക്ക് വേണ്ടി അവൻ ശാപമായിട്ട് തീർന്നു. അതായത് കർത്താവ് നമ്മളുടെ ന്യായപ്രമാണത്തിന്റെ ശാപം, അതായത് നമ്മുടെ മേൽ ഉണ്ടായിരുന്നത്, താൻ അതിന്റെ പെനാൽറ്റി കൊടുത്ത് ഈ നിയമലംഘകരായ നമ്മളെ, ഗിൽറ്റി ആയിട്ടുള്ള, തെറ്റുകാരായിട്ടുള്ള നമ്മളെ തൻ്റെ പിന്നെ താൻ അതിന്റെ വില കൊടുത്ത് സ്വന്തമാക്കി. ഒന്നുകൂടെ പറയാം, അതായത് കർത്താവ് എങ്ങനെയാണ് ശാപത്തിൽ നിന്ന് വീണ്ടെടുത്തത്? അവൻ നമുക്ക് വേണ്ടി എന്തായി? ശാപമായി. മനസ്സിലാകാൻ ഏറ്റവും നല്ലൊരു കാര്യം പറയാം. അതായത് ഇൻഷുറൻസ് എന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം നമ്മുടെ റിസ്ക്, അപകട സാധ്യത ഒഴിവാക്കുക എന്നുള്ളതാണ്. റിസ്ക് മാനേജ്മെന്റിന് 3 ടെക്നിക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. ഇതൊന്നും ഒരാവശ്യമുള്ളതല്ല, എന്നാൽ
റിസ്ക് മാനേജ് ചെയ്യാനായിട്ട്, അപകട സാധ്യത കുറയ്ക്കാനായിട്ട്. ഒന്നാമത്തേത് അവോയ്ഡൻസ്. അവോയ്ഡൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു അപകടം ഒഴിവാക്കുക. അതായത് വണ്ടിയെ പോകുമ്പോൾ പിന്നെ അപകടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്, അത് വേറെയാണ്. അപ്പൊ എന്ത് ചെയ്യണം, നമ്മള് വണ്ടിയെ പോകാതിരിക്കുക. ദാറ്റ് ഈസ് അവോയ്ഡൻസ്. പ്രാക്ടിക്കലി നടക്കില്ല എന്നോട് ചോദിക്കരുത്, പക്ഷെ അത് നമ്മൾ എന്താ ചെയ്യുന്നത്, അതിന്റെ അപകട സാധ്യത ഒഴിവാക്കുക ചെയ്യുന്നത്. ഇനി ഈ പറഞ്ഞ ഹെൽമെറ്റ് വെക്കുക എന്നൊക്കെ പറയുന്നത് പ്രിക്കോഷൻസ് ആണ്. അത് ഇതിനകത്ത് തന്നെ നമുക്ക് ചേർക്കാവുന്ന കാര്യമാണ്. അപ്പൊ സിമ്പിൾ ആയിട്ട് പറയാൻ, ഒന്നെന്ന് പറയുന്നത് ഒഴിവാക്കൽ, രണ്ട് റിട്ടൻഷൻ എന്ന് പറയും. റിട്ടൻഷൻ എന്ന് പറഞ്ഞാൽ സ്വയം സഹിക്കുക. അതായത് ഇത് ഇപ്പം ഇൻഷുറൻസിന്റെ ടൈമിൽ പറഞ്ഞാല് വലിയ വലിയ കമ്പനികൾക്കൊക്കെ ചെയ്യാൻ പറ്റില്ല, അല്ല ഒരാൾക്ക് സ്വന്തമായിട്ട് അത് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ KSRTCയുടെ നല്ല കാലത്ത് അവർക്ക് ഇൻഷുറൻസ് അവർ എടുക്കത്തില്ല. പക്ഷെ എങ്ങനെയൊക്കെയാണെങ്കിലും ഒരു മാസത്തിൽ 5-6 വണ്ടി ഇടിക്കുകയും അല്ലെ ആർക്കിടയിൽ തട്ടുകയും അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. ഇതെങ്ങനെയാ ഇതിന് നഷ്ടങ്ങൾ കൊടുക്കുന്നറിയോ, അവർ അതിനുവേണ്ടി ഒരു കോർപ്പസ് ഫണ്ട് നേരത്തെ റെഡിയാക്കി. അത് ഈ വണ്ടികളെല്ലാം കൂടെ ഇൻഷുർ ചെയ്യുന്നതിനേക്കാളും കമ്പാരിറ്റീവ്ലി കുറഞ്ഞൊരു തുകയായിരിക്കും. എന്നിട്ട് ഇതിനകത്ത് നിന്ന് ഈ റിട്ടൻഷൻ ഫണ്ടിനകത്ത് നിന്ന് ഓരോ പ്രാവശ്യം ഉണ്ടാകുന്ന നഷ്ടം അതിന്റെ കോമ്പൻസേഷൻ പാർട്ടീസിന് കൊടുക്കുന്നു. അപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു 5 കോടി രൂപ അതിനുവേണ്ടി അവർ മാറ്റി വെച്ചിരിക്കുകയാണ്. ഇത് ഞാൻ പറഞ്ഞില്ലേ, വ്യക്തിപരമായിട്ട് നടക്കുന്ന കാര്യമല്ല. അപ്പൊ ഇതൊന്നും നമ്മൾ പഠിക്കണ്ട, ഞാൻ ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ഓഫ് റിസ്ക് ആണ്. അതായത് നമുക്കുള്ള അപകട സാധ്യത വേറൊരാളിലേക്ക് കൺവേർട്ട് ചെയ്യുക, ഡൈവേർട്ട് ചെയ്യുക, മാറ്റി വിടുക. ഇതാണ് ശരിക്കും ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഞാൻ ഇൻഷുറൻസിൽ നിന്ന് വന്നുകൊണ്ടാണ് ഇത് പറഞ്ഞതെന്ന് വിചാരിക്കുന്നത്, എല്ലാവർക്കും അറിയേണ്ട കാര്യമാണ്. ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ, അതായത് നമ്മളിപ്പോ ഒരു LICയുടെ ഒരു പോളിസി എടുക്കും, അല്ലെങ്കിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മുടെ വണ്ടിക്ക് നമ്മളൊരു ജനറൽ ഇൻഷുറൻസ് പോളിസി എടുത്തു, വണ്ടിയുടെ വിലയുടെ ഫുൾ എമൗണ്ട് വെച്ചിട്ട്. അതിന് വേണ്ടിയിട്ട് ഇപ്പൊ 10 ലക്ഷത്തിന് രൂപയ്ക്ക് വേണ്ടിയിട്ട് കവറേജിന് വേണ്ടിയിട്ട് നമ്മൾ 25,000-30,000 രൂപ പ്രീമിയമായിട്ട് അടയ്ക്കുന്നു. പക്ഷെ അതോടെ ഈ പറയുന്ന പീരീഡിൽ ആ വണ്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആര് ടേക്ക് ഓവർ ചെയ്യും? ഇൻഷുറൻസ് കമ്പനിയാണ്. അതാണ് നമ്മൾക്കുള്ള റിസ്ക്. നമ്മൾ ചെറിയൊരു പ്രീമിയം കൊടുത്തുകൊണ്ട് കമ്പനിയിലേക്ക് ട്രാൻസ്ഫർ. ഇത് കൺസെപ്റ്റ് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞു. നമുക്കിവിടെ ആ വാക്ക് മാത്രം എടുത്താൽ മതി, ട്രാൻസ്ഫർ. നമുക്ക് എന്താണ് ഉള്ളത്? ശാപം. പാപമല്ല, ശാപം. പാപത്തിന്റെ പരിണിത ഫലമായ ന്യായപ്രമാണത്തിന്റെ ടേമിൽ പറഞ്ഞ് നമുക്ക് എന്തുണ്ട്? എല്ലാവരും ശാപത്തിന് കീഴിലാണ്. ഈ ശാപത്തിന്റെ ഫലമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ പെനാൽറ്റി അടയ്ക്കണം. ന്യായപ്രമാണത്തിന്റെ ശാപം, ആ പെനാൽറ്റി എന്ന് പറയുന്നത് വളരെ എന്താണ്, മാറ്റമില്ലാത്തതാണ്, മരണം എന്നുള്ളതാണ്. ചെയ്യാത്തവനെല്ലാം ശപിക്കപ്പെട്ടവൻ. അത് അടിച്ചേൽപ്പിച്ചിരിക്കുകയാണ്. ഒരു കാരണവശാലും അതിനൊരു ഒഴിവില്ല. പക്ഷേ ഇവിടെ ഇൻഷുറൻസിന് നമ്മളൊരു പ്രീമിയം അടച്ചിട്ടാണ് ചെയ്തതെന്ന് വിചാരിക്കുക. ഇവിടെ തികച്ച് സൗജന്യമായിട്ട് നമ്മുടെ കർത്താവ് നമ്മളെ ആ ശാപത്തിൽ നിന്ന് വിലക്ക് വാങ്ങി. ഈ ശാപത്തിൽ നിന്ന് വിലക്ക് വാങ്ങാൻ വേണ്ടി കർത്താവിലേക്ക് ശാപം ട്രാൻസ്ഫർ ചെയ്തു. ഇത് അത് പറയണ ഞാൻ, മനസ്സിലായോ? അപ്പൊ എന്താ സംഭവിച്ചത്? നമുക്ക് രക്ഷ കിട്ടുന്നു, അല്ലെ നമ്മളെ നീതീകരിക്കപ്പെട്ടവരായിട്ട് ദൈവം കാണുന്നു എന്നുള്ളത് തന്റെ പുത്രനെ ശാപമാക്കിക്കൊണ്ട്. അത് തന്നെയാണ് പിന്നെ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിന്റെ 2-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ 21. പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതി ആകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി എന്ന് പറയുന്നത്. ഈ ട്രാൻസ്ഫർ ഓഫ് കഴ്സ്, ആ ശാപം അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. ദൈവത്തിന്റെ രക്ഷാപ്രവൃത്തി എന്ന് പറയുന്നതിൽ അതിന്റെ വില, അതിന്റെ ആ മൂല്യം, അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്ര വലുതാണ് എന്ന് ആലോചിച്ച് നോക്കുക. ഒരു പാപവും ചെയ്യാത്തവൻ, സിൻലെസ് ആയിട്ടുള്ള ഒരുവൻ, അവൻ നമുക്ക് വേണ്ടി പാപമാക്കപ്പെടും. ഒരു വാക്യം മാത്രം വായിച്ച് നമുക്ക് മുമ്പോട്ട് പോകാം. 1 പത്രോസ് 3:18. ക്രിസ്തു നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായവൻ പാപം നിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു. അപ്പൊ അതാണ് നീതിമാനായവൻ, ഒരു പാപവും ഇല്ലാത്തവൻ അനുഭവിക്കാനായിട്ട് ഇടയായിത്തീർന്നു. ദൈവത്തിന്റെ ആ റിജക്ഷൻ കാണിക്കാനാണ് ഈ ശപിക്കപ്പെട്ട മരത്തിന്മേൽ തൂക്കുക എന്ന് പറഞ്ഞൊരു കാര്യം വെച്ചിരിക്കുന്നത്. അപ്പൊ ആ ഓൾഡ് ടെസ്റ്റ്മെന്റ് ടൈംസിൽ ഏറ്റവും ക്രിമിനൽസിനെയും അതുപോലെയുള്ള ആൾക്കാരെയും കല്ലെറിഞ്ഞ് കൊന്നതിന് ശേഷമാണിത് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ കർത്താവ് ക്രൂശിക്കപ്പെട്ടത് എന്ന് പറയുന്നതിന്റെ അതിന്റെ അകത്തുള്ളത് താൻ ദൈവകോപത്തിന്റെ അല്ലെ ദൈവത്തിന്റെ ശാപത്തിന്റെ കീഴായി തീർന്നു എന്ന് തെളിയിക്കാൻ വേണ്ടി. അല്ലെങ്കിൽ അവൻ നമുക്ക് വേണ്ടി ശാപമായി, നമ്മുടെ ശാപം കർത്താവിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? ശാപത്തിൽ നിന്ന് നമ്മളെ, അതാണ്
ആ വലിയ അടിമത്തത്തിൽ നിന്ന് കർത്താവ് നമ്മളെ വിലയ്ക്ക് വാങ്ങാനായിട്ട് ഇടയായി തീർന്നു. ഈ അനുഗ്രഹം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ശാപം നമ്മളിൽ നിന്ന് മാറ്റുക എന്ന് പറയുന്നത്, സ്വർഗത്തിലെ ദൈവം അതിനകത്ത് രണ്ട് ഉദ്ദേശങ്ങൾ കണ്ടിരുന്നു. എന്തൊക്കെയായിരുന്നത് അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. 14-ാം വാക്യം, അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിനും നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിക്കാനും. രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി. ഒന്ന്, അബ്രഹാമിലൂടെയുള്ള അനുഗ്രഹം വിശ്വാസത്താൽ ജാതികൾക്ക് വരണം. രണ്ടാമതായിട്ട് വാഗ്ദത്ത വിഷയമായ ആത്മാവ്. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ ഈ അബ്രഹാമിനോടുള്ള വാഗ്ദത്തത്തിൽ പരിശുദ്ധാത്മാവിന്റെ കാര്യം പറയുന്നുണ്ടോ? നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കും, അത്രേ ഉള്ളൂ. ആത്മാവെന്ന വാഗ്ദത്ത വിഷയം അവിടെ പറഞ്ഞിട്ടില്ല. പക്ഷേ നമുക്ക് ഇങ്ങനെ അതിനെ പറയാനായിട്ട് സാധിക്കും. ദൈവത്തിന്റെ രക്ഷാ ഉടമ്പടിയിൽ പരിശുദ്ധാത്മാവിന്റെ പരിശുദ്ധാത്മാവിന്റെ പങ്കും അതിനകത്ത് ഉൾപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ അത് എടുത്തു പറയുന്നത്. ഒന്നാമതായിട്ട് അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് ദൈവം നൽകാനായിട്ട് തീരുമാനിച്ചു. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ളതായിരുന്നു ആ വാഗ്ദത്തം. നമുക്കറിയാം, ഇതൊരിക്കലും ഒരു പേഴ്സണൽ ബ്ലെസ്സിങ്ങോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ല. പിന്നെന്താണ്? ഇറ്റ്സ് എ പ്രോമിസ്ഡ് ബ്ലെസ്സിങ്. അല്ലെ ഒരു ജാതീയമായതോ അല്ലെങ്കിൽ ഒരു വ്യക്തിപരമായോ ഉള്ള ഒരു വീണ്ടെടുപ്പല്ല, അല്ലെ ഒരു അനുഗ്രഹമല്ല. അത് ഒരു പ്രോമിസ്ഡ് ബ്ലെസ്സിങ്, അതായത് വാഗ്ദത്ത പ്രകാരമുള്ള അനുഗ്രഹമായിരുന്നു. അതായത് അതുകൊണ്ട് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, ഈ പ്രവർത്തികളാലല്ല ദൈവം നീതീകരിക്കുന്നത്. ദൈവം വാഗ്ദത്തം നൽകിയത് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. ദൈവം അത് താൻ വിശ്വാസത്താൽ ഏറ്റെടുക്കുന്നു, അവർക്കാണ് ഈ വാഗ്ദത്തം നൽകിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല, ആരൊക്കെ വിശ്വാസത്താൽ ഇത് സ്വീകരിക്കുന്നു അവർക്ക് ഒരു വാഗ്ദത്തോടെ നൽകിയിരിക്കുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരുടെ ഹൃദയത്തിൽ ദൈവം നൽകിക്കൊണ്ട് പരിശുദ്ധാത്മാവ് അവരുടെ ഹൃദയത്തിലേക്ക് വരും എന്നുള്ള ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ നമുക്ക് പ്രാപിക്കാൻ കഴിയുമെന്നുള്ളതും വ്യക്തമാക്കിയിരിക്കും. അപ്പൊ ഇവിടെ ഈ പോയിന്റ് അവതരിപ്പിക്കുമ്പോൾ 4-ാമത്തെ കാര്യമായ കർത്താവായ യേശുക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ പ്രവൃത്തി, അതിലൂടെ അപ്പോസ്തലൻ സമർത്ഥിക്കുകയാണ്, ഒരു തരത്തിലുള്ള പ്രവൃത്തിയും നമുക്ക് ഇതിന് പകരമായിട്ട് ചെയ്ത് നേടാൻ പറ്റത്തില്ല. ഒന്നാമത് അടിമത്തത്തിലാണ്, ശാപത്തിന്റെ കീഴിലാണ്. വി ആർ ഹെൽപ്ലെസ്, നമ്മൾ നിസ്സഹായരാണ്. അവിടെ ഒരാൾക്ക് നമ്മളെ കരം നീട്ടി രക്ഷിക്കാൻ മാത്രം, അല്ലെ വില കൊടുത്ത് വാങ്ങിക്കാൻ മാത്രമുള്ള ഒരു സാഹചര്യമാണുള്ളത്. അത് നമ്മുടെ കർത്താവ് ചെയ്യുകയുണ്ടായി. എവിടെ നിന്ന്? ശാപത്തിൽ നിന്ന് വിലയ്ക്ക് വാങ്ങി. പക്ഷെ അതിനുവേണ്ടി താൻ ആ ശാപം ഏറ്റെടുക്കാനിടയായി തീർന്നു, അല്ലെങ്കിൽ അവൻ നമുക്ക് വേണ്ടി ശാപമായിട്ട് തീർന്നു. അതൊരു വളരെ നമ്മുടെ ബുദ്ധിക്കോ നമ്മുടെ യുക്തിക്കോ ചിന്തിക്കുന്നതിനും വാക്കുകൾ കൊണ്ട് പറയുന്നതിനൊക്കെ എത്രത്തോളം അതിന് വിശദീകരിക്കാൻ പറ്റും എന്നുള്ള സംശയമുണ്ട്. അതിനൊക്കെ അപ്പുറത്തുള്ള വിഷയമാണ്. ഫിലിപ്പി ലേഖനത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ കർത്താവ് തൻ്റെ മഹത്വം എല്ലാം ഉപേക്ഷിച്ചിട്ടാണ് ഈ ശാപമായി തീർന്നത് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. താന് ദൈവരൂപത്തിലിരുന്നവൻ, ദൈവത്തോട് സമത്വം ഉണ്ടായിരുന്നവൻ, അത് വിചാരിക്കാതെ ദാസരൂപം എടുത്തു. അതാണ് ഒരു സെർവന്റിന്റെ മരണമാണ് ക്രൂശീകരണം, അല്ലെങ്കിൽ ഒരു അടിമയുടെ മരണമാണ് റോമൻ ഇതനുസരിച്ചിട്ട് ഈ ക്രൂശീകരണം എന്ന് പറയുന്നത്. അത് തിരഞ്ഞെടുക്കാനായിട്ട് ഇടയായി തീർന്നു. കർത്താവ് ആ നിലയിൽ നമുക്ക് വേണ്ടിയിട്ട് ആ കാര്യം ചെയ്തു തന്നു. നമ്മളെ ശാപത്തിൽ നിന്ന് വിലയ്ക്ക് വാങ്ങി. അങ്ങനെ അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം ചെയ്ത അനുഗ്രഹം അത് ജാതികൾക്ക് ലഭിക്കാനിടയായി തീർന്നു. മാത്രമല്ല, പരിശുദ്ധാത്മാവ് എന്നുള്ള വാഗ്ദത്ത വിഷയവും നമുക്ക് പ്രാപിക്കാനായിട്ട് ഇടയായി തീർന്നു. ഇവിടെയും അപ്പോസ്തലൻ അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കുകയാണ്, രക്ഷ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജസ്റ്റിഫിക്കേഷൻ, നീതീകരണം, അതുപോലെ തന്നെ വിശുദ്ധീകരണം എന്ന് പറയുന്നത് അത് വരുന്നത് വിശ്വാസത്താൽ മാത്രമാണ്, ഒരിക്കലും പ്രവർത്തിയാലല്ല. അടുത്തത് 5-ാമത്തെ കാര്യം, 15-ാമത്തെ വാക്യം മുതൽ 18-ാമത്തെ വാക്യം വരെ നമുക്ക് പെട്ടെന്നൊന്ന് വായിക്കാം. സഹോദരന്മാരെ, ഞാൻ മനുഷ്യരുടെ ഇടയിൽ നടപ്പുള്ള ഒരു ദൃഷ്ടാന്തം പറയാം. ഒരു മനുഷ്യന്റെ നിയമമായാലും അതിനെ ഉറപ്പ് വന്ന ശേഷം ആരും ദുർബലമാക്കുകയോ അതിനോട് വല്ലതും കൂട്ടിക്കൽപ്പിക്കുകയോ ചെയ്യുന്നില്ല. എന്നാൽ അബ്രഹാമിനും അവന്റെ സന്തതിക്കും വാഗ്ദത്തങ്ങൾ ലഭിച്ചു. സന്തതികൾക്കും എന്ന് അനേകരെ കുറിച്ചല്ല, നിന്റെ സന്തതിക്കും എന്ന് ഏകനെ കുറിച്ച് അത്രേ പറയുന്നത്. അത് ക്രിസ്തു തന്നെ. ഞാൻ പറയുന്നതിന്റെ താല്പര്യമോ, 430 ആണ്ട് കഴിഞ്ഞിട്ട് ഉണ്ടായ ന്യായപ്രമാണം വാഗ്ദത്തത്തെ നീക്കുവാൻ തക്കവണ്ണം അത് ദൈവം മുൻപ് ഉറപ്പാക്കിയ നിയമത്തെ ദുർബലമാക്കുന്നില്ല.
അവകാശം ന്യായപ്രമാണത്താൽ എങ്കിൽ വാഗ്ദത്തത്താൽ അല്ല വരുന്നത്. അബ്രഹാമിനോ ദൈവം അതിനെ വാഗ്ദത്തം മൂലം നൽകി. ഓക്കെ, അടുത്ത 5-ാമത്തെ വിഷയം. അപ്പൊ 4 കാര്യങ്ങളിലൂടെ പൗലോസ് സമർത്ഥിച്ചു അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൃപയാൽ വിശ്വാസത്താൽ മാത്രമാണ് നീതീകരണം, അല്ലാതെ പ്രവൃത്തിയാലായിട്ട് അത് സാധിക്കത്തില്ല. ആർക്കും അത് സാധിക്കാൻ ഉള്ള വകുപ്പില്ല. കാരണം അങ്ങനെ വിചാരിക്കുന്നിടത്ത് പോലും നമ്മൾ ഒരു കാര്യം വ്യക്തമായിട്ട് നമ്മളോട് പറയണം, നമ്മൾ ശാപത്തിന് കീഴിലാണ്, അതിൽ ആശ്രയിക്കുന്ന ഏവനും ശാപത്തിന് കീഴിലാണ്. ഇനി ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് പൗലോസ് 5-ാമതൊരു പോയിന്റ് അവതരിപ്പിക്കുകയാണ്. അത് ഒരു മനുഷ്യന്റെ ഉദാഹരണം വെച്ചിട്ടാണ് പറയുന്നത്. ഈ തത്വം എന്ന് പറയുന്നത് ദ പെർമനൻസ് ഓഫ് ഫെയ്ത്ത്, അതായത് വിശ്വാസം എന്ന വ്യവസ്ഥയുടെ മാറ്റമില്ലായ്മ. വിശ്വാസം എന്ന വ്യവസ്ഥയുടെ എന്നും നിലനിൽക്കുന്ന അവസ്ഥ, അതിന് മാറ്റമില്ലാത്ത അവസ്ഥയാണ്. അതാണ് വിശദീകരിക്കുന്നത്. നമുക്കറിയാം, അബ്രഹാമിന്റെ നീതീകരണത്തെ കുറിച്ച് ഒരുപക്ഷെ ഈ യൂദായിസക്കാർക്ക് പോലും സംശയമില്ല. അവരും സമ്മതിക്കും അതാ എങ്ങനെയാണ്, വിശ്വാസത്താലാണ്. കാരണം അന്ന് പ്രമാണം കിട്ടിയില്ലല്ലോ. അപ്പൊ അവര് പറയുന്ന ഒരു കാര്യം, അബ്രഹാമിന് വിശ്വാസത്താൽ നീതീകരണം ദൈവം അനുവദിച്ചെങ്കിലും ഈ ന്യായപ്രമാണം കൊടുത്തപ്പോൾ അതിന് ചില ചേഞ്ചുകൾ, ചില വ്യത്യാസങ്ങൾ വരുത്താൻ ദൈവം ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് അത് കൊടുത്തത്. കോയിലിന്റെ പോയിന്റ് മനസ്സിലായി? അതായത് അവർക്കും സംശയമില്ല, അബ്രഹാം നീതീകരിക്കപ്പെട്ടത് എങ്ങനെയാണ്, വിശ്വാസത്താൽ. പക്ഷേ പോകെ അതായത് നമ്മൾ പറയുന്ന പോലെ കാലത്തിനനുസരിച്ച് നമ്മൾ കോലങ്ങളൊക്കെ മാറണം എന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ അതിന് കാലാനുസൃതമായ ചേഞ്ച് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരുത്തണം. അതൊക്കെ ജീവിതത്തിലെ കാര്യങ്ങളിലൊക്കെ വരുത്തിക്കും. പക്ഷേ വിശ്വാസം എന്നുള്ള ദൈവത്തിന്റെ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ നീതീകരണം എന്ന് വേണ്ടിയിട്ടുള്ള ദൈവത്തിന്റെ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് യാതൊരു മാറ്റവും ഇല്ല എന്നുള്ളതാണ് ഇവിടെ ഈ പെർമനൻസ് ഓഫ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. യൂദായിസക്കാർ പറയാണ്, അബ്രഹാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടും, ഞങ്ങൾക്ക് അതിനകത്ത് സംശയമില്ല. പക്ഷേ അങ്ങനെയാണെങ്കിൽ പിന്നെ ദൈവം എന്തിനാ ഈ പ്രമാണം നൽകിയത്? അതിനൊരു ചേഞ്ച് വേണം, അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ അതിനകത്ത് ഉൾക്കൊള്ളിക്കണം, എന്നാലാണ് രക്ഷ പൂർണ്ണമാകുന്നത്. അതുകൊണ്ടാണ് ദൈവം അതിന്റെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ നൽകിയത് എന്നാണ് പറയുന്നത്. ഇതിനെ ആണ് പൗലോസിന് പ്രതിരോധിക്കേണ്ടത്. മനസ്സിലായോ? ഞാൻ പറഞ്ഞല്ലോ, ഈ പിശാചിന്റെ തന്ത്രം എന്ന് പറയുന്നത് എല്ലാ കാലത്തും വഞ്ചനയാണ്. അല്ലെങ്കിൽ പിശാച് അലർന്ന സിംഹം പോലെ വന്നു കഴിഞ്ഞാൽ ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കത് അറിയാനായിട്ട് പറ്റും. ആ ഉപദ്രവം അല്ലെ അതിന്റെ ആ ഗർജനം, ഇതൊക്കെ ഒരുപക്ഷെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. വെളിച്ചു ദൂതനെ പോലെ വന്നാലോ, ഏതാ ഡേഞ്ചർ? വെളിച്ചു ദൂതനെ പോലെ വന്നാലുള്ള കുഴപ്പം തിരിച്ചറിയത്തില്ല. മനസ്സിലായോ? വെളിച്ചു ദൂതനെ പോലെ വരുന്നത് കൊണ്ടാണ് സത്യത്തില് ഈ ഗേറ്റ് മിനിസ്ട്രിയുടെ ഒക്കെ പുറകെ ഇത്രയധികം ആൾക്കാര് പോകണം. മനസ്സിലായോ? അല്ലെങ്കിൽ ഈ പിന്നെ ഇപ്പൊ പറഞ്ഞ ആരായിരുന്നു, എം.വൈ. യോഹന്നാനെയും അല്ലെ അതുപോലെയുള്ള ഇങ്ങനത്തെ ഈ സോക്കോൾഡ് വളരെ നല്ല രീതിയിൽ പൊതിഞ്ഞ് സംസാരിക്കുന്ന ആൾക്കാരുടെ പുറകെ പോണത് ഈ വെളിച്ചദൂതന്മാരായതുകൊണ്ടാണ്. പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രമാണത്. അപ്പൊ ഇവര് പറയുകയാണ്, എന്തിനാ പിന്നെ ഈ കാര്യം കൊണ്ട് കൊടുത്തത്? ദൈവം അബ്രഹാമിനെ നീതീകരിച്ചിട്ട് വല്ല കാര്യം ഉണ്ടായിരുന്നു അല്ലേ? ഈ രാത്രിയിൽ നമ്മൾ ഇവിടെ ഇരുന്ന് ചിന്തിക്കേണ്ട വല്ല വിഷയം വരുമായിരുന്നു. അത് അടുത്ത പോയിന്റ്. ഇപ്പൊ നമ്മൾ 5-ാമത്തേലാണ് വന്നിരിക്കുന്നത്. 6-ാമത്തെ പോയിന്റ് ന്യായപ്രമാണത്തിന്റെ ഉദ്ദേശമാണ്. നമ്മൾ അതിലേക്ക് വരുവാണ്. ഓക്കെ, അത് ഞാൻ വിശദമായിട്ട് പറയണമെന്നുള്ള താല്പര്യമുള്ളതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ അതിലേക്ക് പോകാത്തത്. കാരണം അങ്ങനെയാണ് പിന്നെ ഇത് പറയാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, എല്ലാം നമുക്ക് ആവശ്യമാണ്, അല്ലെ? എല്ലാത്തിനെ കുറിച്ച് പഠിക്കണം. 3-ാം അധ്യായം എന്ന് പറയുന്നത് നമ്മുടെ ഇതിനകത്ത് ഒരു കാരണവശാലും ഒഴിവാക്കാനായിട്ട് പറ്റത്തില്ല. പ്രത്യേകിച്ച് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ഓർത്തിരിക്കണം, ഒരൊറ്റ ഒരു ഉത്തരവേ ഇതിനെല്ലാം ആകെ കൂടെ നമ്മുടെ മനസ്സിലേക്ക് നിൽക്കാവുള്ളൂ. 5-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം എന്താണത്? നമ്മുടെ കുറിവാക്യം, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കി. അതുകൊണ്ട് എന്ത് ചെയ്യണം? അതിൽ ഉറച്ചു നിൽക്കണം. യാതൊരു കാരണവശാലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനായിട്ട് പാടില്ല. ആ കാര്യത്തിൽ നമ്മൾ ഉറപ്പുള്ളവരായിരിക്കണം. ഓക്കെ, അപ്പം ഇവിടെ ഇവരുടെ ചോദ്യം ഇതാണ്, എന്തിനാ ന്യായപ്രമാണം കൊടുത്തത്? ന്യായപ്രമാണം കൊടുത്തത് ദൈവത്തിന് സീരിയസ് ആയിട്ട് ചില കാര്യങ്ങൾ അതിനകത്ത് അവർ പ്രമാണിക്കേണ്ടതുണ്ട് എന്നുള്ള അറിവുള്ളതുകൊണ്ടല്ലേ. അതുകൊണ്ട് ഇങ്ങനെ ചില വർഷങ്ങൾക്ക് ശേഷം ലഭിച്ചിരിക്കുന്ന ഈ പിന്നെ വെളിപ്പെടുത്തലുകൾ അത് ഒട്ടും ഒരു ഒഴിവാക്കാൻ പറ്റത്തില്ലാത്തതാണ്. അത് തീർച്ചയായിട്ടും നമ്മൾ ഫോളോ ചെയ്യണം. ഇതായിരുന്നു അവരുടെ വാദം. ഇതിനെ പിന്നെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞില്ല, ഇതിനകത്ത് ന്യായീകരണമാണ്. അതായത് വിശ്വാസത്താൽ നീതീകരണം എന്നുള്ള ആ വിഷയത്തെ ഓരോ പോയിന്റിലും ന്യായീകരിക്കുകയാണ്, ജസ്റ്റിഫൈ ചെയ്യുകയാണ്, അതിനെ സമർത്ഥിക്കുകയാണ് അപ്പോസ്തലനോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്.
അതിനായിട്ട് ഒരു മനുഷ്യന്റെ ഉദാഹരണം. ഇവിടെ എന്താ മനുഷ്യന്റെ ഉദാഹരണം? സഹോദരന്മാരെ, ഞാൻ മനുഷ്യരുടെ ഇടയിൽ നടപ്പുള്ള ഒരു ദൃഷ്ടാന്തം പറയാം. ഒരു മനുഷ്യന്റെ നിയമമായാലും അതിന് ഉറപ്പ് വന്ന ശേഷം ആരും ദുർബലമാക്കുകയോ അതിനോട് വല്ലതും കൂട്ടിക്കൽപ്പിക്കുകയോ ചെയ്യുന്നില്ല. ഇത് ശരിക്കും ഒരു എന്താ പറയാ, റോമൻ കവനന്റ് അല്ലെങ്കിൽ റോമൻ ഉടമ്പടി അല്ലെങ്കിൽ വിൽപത്രം എന്ന് നമ്മൾ ഏറ്റവും മലയാളത്തിൽ ലളിതമായിട്ട് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ വിൽപത്രം, അതുമായിട്ട് ബന്ധപ്പെട്ടാണ് സംസാരിക്കുന്നത്. അതായത് ഒരു നിയമപരമായിട്ട് സെറ്റ് ചെയ്തേക്കുന്ന ഒരു വിൽപത്രം അത് ഒരാളുടെ മരണത്തോടെ എന്നേക്കുമായിട്ട് സ്ഥിരപ്പെടുക. മനസ്സിലായോ? ഒരു കാരണവശാലും അതിന് അഴിവുണ്ടാകുന്നില്ല. മനസ്സിലായി ഞാൻ നമ്മളോട് പറയാം. അതായത് ഒരു ഉടമ്പടി എന്ന് പറയുന്നത് അത് ശരിക്കും വാലിഡായി കഴിയുന്ന, അതിലേതെങ്കിലും ആ ഒരു പാർട്ടിയുടെ മരണത്തോടെ ആ ഉടമ്പടി ഭയങ്കരമായിട്ട് ബലപ്പെടുകയാണ്. പിന്നെ അതിന് ഒരു തരത്തിലുള്ള അഴിവുമില്ല. ഇതാണ് ഒരു റോമൻ കവനന്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആ കാര്യമാണ് പറഞ്ഞത്. ഒരു മനുഷ്യന്റെ നിയമമായാലും അതിന് ഉറപ്പ് വന്ന ശേഷം ആർക്കും ദുർബലമാക്കാനായിട്ട് സാധിക്കത്തില്ല. മനസ്സിലായി? അതിനെങ്ങനെയാ പറയുന്നത്? ടെക്നിക്കൽ ടൈം ദാറ്റ് ഈസ് ഇമ്മ്യൂട്ടബിൾ. നമുക്കറിയാം ഈ സാധാരണ മ്യൂട്ടേഷൻ എന്നൊക്കെ പറയുന്നത് ബാക്ടീരിയയുടെയും മൈക്രോ അതിന്റെ വൈറസിന്റെ ഒക്കെ കാര്യത്തിലാണ് പറയുന്നത്. ഇപ്പൊ കൊറോണയുടെ ആ വൈറസ് മ്യൂട്ടേഷൻ നടന്നെന്നാണ് പറയുന്നത്. എന്നാ മ്യൂട്ടേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വാക്സിനൊക്കെ കണ്ടുപിടിച്ച് അത് കൊടുത്തപ്പോഴത്തേനും അവൻ വേറെ പുതിയ രൂപത്തിലായി. അങ്ങനെ ഈ സൂക്ഷ്മാണുക്കൾ അവരുടെ രൂപം മാറുന്നതിനാണ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ആ പദം കൺഫ്യൂസ് ആക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഇവിടെ ഈ കവനന്റിന്റെ പ്രത്യേകത, ഉടമ്പടിയുടെ പ്രത്യേകത ദാറ്റ് ഈസ് ഇമ്മ്യൂട്ടബിൾ എന്ന് പറഞ്ഞാൽ അതിന് യാതൊരു തരത്തിലുള്ള ചേഞ്ചും വരുത്താൻ പറ്റത്തില്ല. എപ്പോൾ? ഉറപ്പായ ശേഷം, അല്ലെ ഉറപ്പ് വന്ന ശേഷം. എങ്ങനെ ഉറപ്പ് വരുന്നത്? ഒരാളുടെ മരണത്തിൽ. പൗലോസ് വളരെ ലോജിക്കലായിട്ട് ചോദിക്കുകയാണ്, ദൈവം അബ്രഹാമിനോട് ആര് തമ്മിലാണ് ഉടമ്പടി ഉണ്ടാക്കിയത്? ബോത്ത് പാർട്ടീസ്, ദൈവവും അബ്രഹാമും തമ്മിൽ. അതിൽ അബ്രഹാം എന്ന് പറയുന്ന വ്യക്തി മരിച്ചിട്ട് പിന്നെ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്തേക്കുന്നത്? ന്യായപ്രമാണം കൊടുത്തിരിക്കുന്നത്. അതായത് ഇവിടെ കൃത്യമായി പറഞ്ഞിരിക്കുക 430 വർഷത്തിന് ശേഷം നൽകിയ ന്യായപ്രമാണം. അതുകൊണ്ട് ഈ ഉടമ്പടിയെ ദുർബലമാക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിപ്പരം പൊട്ടത്തരം വേറെ വല്ലതും ഉണ്ടോ? ഇതാണ് ഇവിടുത്തെ കൊളോക്കിയലായിട്ടുള്ള മലയാളത്തിൽ നമുക്ക് ഇതിനെ പറയുകയാണെങ്കിൽ പറയേണ്ടത്. അതായത് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഒരു മനുഷ്യന്റെ നിയമം വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ ദൈവത്തിന്റെ നിയമം സംബന്ധിച്ച് അതിന്റെ ഒരു സാധ്യത പോലും ഇല്ല. ഇതാണ് പോലും അവതരിപ്പിക്കുന്ന വിഷയം. മനുഷ്യന്റെ നിയമത്തിൽ പോലും മരണം കൊണ്ട് അത് സ്ഥിരപ്പെട്ടാൽ പിന്നെ അതിനെ അഴിക്കാനായിട്ട് പറ്റത്തില്ല. ആ വില്ല് മാറ്റാൻ പറ്റത്തില്ല. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഈ ഭാഗ ഉടമ്പടി അല്ല അതുപോലത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഒരു വിൽപത്രം ഉണ്ടെങ്കിൽ അതിന്റെ ബേസിസിലായിരിക്കും. വിൽപത്രം പക്ഷെ വാലിഡ് ആകുന്നത് എപ്പോഴാണ്? ആ എഴുതിയ ആളുടെ മരണശേഷം. അതിന് പിന്നെ യാതൊരു മാറ്റവും ഇല്ല. അതില് ആ ഉള്ള കാര്യങ്ങൾ അതേപോലെ തന്നെ ഭാഗിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിന്റെ വ്യവസ്ഥ. ഇതേ ആശയം തന്നെ മരണത്തോടെ അത് സ്ഥിരീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിനെ ദുർബലമാക്കാനായിട്ട്, അതിനെ നൾ ആൻഡ് വോയിഡ് അല്ലെങ്കിൽ അസാധു എന്ന് പ്രഖ്യാപിക്കാൻ ആർക്കും കഴിയുന്നില്ല. ഇതേ വിഷയം മനുഷ്യന്റെ നിയമത്തിന്റെ കാര്യത്തിൽ ഇങ്ങനെയാണെങ്കിൽ ദൈവം താൻ നേരിട്ട് നൽകിയ ഉടമ്പടിയുടെ കാര്യത്തിൽ ഒരു കാരണവശാലും ഒരു അഴിവും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് പറയാണ് 430 വർഷങ്ങൾക്ക് ശേഷം കൊണ്ടുവന്ന ഈ ഉടമ്പടിയല്ല ന്യായപ്രമാണത്തിന് ഈ ഉടമ്പടിയെ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഇനി മറ്റൊരു വിഷയം, ഇവിടെ ഒരു പ്രത്യേക പദപ്രയോഗമുണ്ട്. 16-ാം വാക്യം. എന്നാൽ അബ്രഹാമിനും അവന്റെ സന്തതിക്കും വാഗ്ദത്തങ്ങൾ ലഭിച്ചു. എന്നിട്ട് പറയണം അതിന്റെ വിശദീകരണം, സന്തതികൾക്കും എന്ന് അനേകരെ കുറിച്ചല്ല, സന്തതി എന്ന് ഈ സന്തതി ആരാ? അതും അവിടെ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? അത് ക്രിസ്തു തന്നെ എന്ന് പറഞ്ഞാൽ അബ്രഹാമിനോട് ദൈവം പറഞ്ഞ ഉടമ്പടി എന്ന് പറയുന്നത് നിനക്കും നിന്റെ സന്തതിക്കും, അവന്റെ സന്തതിക്കും വാഗ്ദത്തങ്ങൾ ലഭിച്ചു എന്ന് പറഞ്ഞാൽ ഈ വാഗ്ദത്തം ശരിക്കും ആരിലൂടെയാണ് ലഭിച്ചിരിക്കുന്നത്? യേശു ക്രിസ്തുവിലൂടെയുള്ള ആ വാഗ്ദത്തം അല്ലെ അനുഗ്രഹം, അതാണ് ആ വാഗ്ദത്തമായിട്ട് ലഭിച്ചിരിക്കുന്നത്. അത് ക്രിസ്തു തന്നെ. ഞാൻ പറയുന്നതിന്റെ താല്പര്യമോ 430 ആണ്ട് കഴിഞ്ഞിട്ടുണ്ടായ ന്യായപ്രമാണം ഈ വാഗ്ദത്തത്തെ നീക്കുവാൻ തക്കവണ്ണം അത് ദുർബലമാക്കുന്നില്ല. എന്നിട്ട് അതിനെ സ്റ്റേറ്റ് ചെയ്ത് പറയാണ്, അവകാശം ന്യായപ്രമാണത്താൽ എങ്കിൽ വാഗ്ദത്തത്താൽ അല്ല വരുന്നത്.
അബ്രഹാമിനോ ദൈവം അതിനെ വാഗ്ദത്തം മൂലം നൽകി. എന്നിട്ട് അടുത്ത വിഷയം ചോദിക്കുകയാണ്, എന്നാ പിന്നെ ന്യായപ്രമാണം എന്തിനാണ്? കർത്താവ് ചോദിച്ചാൽ അടുത്ത ആഴ്ചയിൽ നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കുക, ന്യായപ്രമാണത്തിന്റെ ആവശ്യം എന്തായിരുന്നു എന്നുള്ളത്. തീർച്ചയായിട്ടും വായിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്കത് വ്യക്തമാക്കി തരും. അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. നമുക്ക് ഇവിടുത്തെ ഈ കാര്യം എന്ന് പറയുന്നത് ഈ 430 വർഷം അതിനെന്തെങ്കിലും പൊരുത്തക്കേടുണ്ടോ? പുറപ്പാട് പുസ്തകത്തിലൊക്കെ എഴുതിയേക്കുന്നത്, ഉൽപ്പത്തി പുസ്തകത്തിൽ എത്ര വർഷം എഴുതിയേക്കുന്നത്? 400 വർഷം. അപ്പൊ ഇതെങ്ങനെയാ 430 ആണ്? പുറപ്പാട് പുസ്തകത്തിൽ 430 ആണ്. അതായത് ഉൽപ്പത്തി പുസ്തകം 45 അധ്യായത്തിലാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതെ, അത് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ പഠനമായിട്ട് വലിയ ബന്ധമുള്ള കാര്യമല്ല. എങ്കിലും ആരെങ്കിലും നമ്മളോട് വന്നിട്ട് ഈ വേദപുസ്തകത്തിൽ എന്തോ ഒരു തെറ്റുണ്ട് എന്നൊക്കെ ചോദിച്ച് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഉത്തരം നമുക്ക് വേണമല്ലോ. ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം നൽകിയ സമയത്ത് 400 വർഷം പിന്നെ അവരടിമകളായിട്ട് സേവിക്കുമെന്നാ പറഞ്ഞത്. പക്ഷേ യാക്കോബ് ഫറവോന്റെ അടുത്ത് വരുന്നൊരു രംഗമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 47 അധ്യായത്തിലും 48 ഒക്കെ ആയിട്ടാണ് പറയുന്നത്. 47 പറയുന്നത്. അവിടെ ഫറവോൻ യാക്കോബിനോട് ചോദിക്കുന്നുണ്ട്, പ്രായം എത്രയായി, എത്ര വയസ്സായി? അപ്പൊ പറഞ്ഞു പരദേശ പ്രയാണത്തിന്റെ കാലം 130 സംവത്സരം. അത് കഴിഞ്ഞിട്ട് എത്ര നാളുകൂടി ജീവിച്ചു? 17 വർഷം കൂടെ. അപ്പോ അത് 28-ാം വാക്യത്തിലാണ്. യാക്കോബ് മിസ്രയീം ദേശത്ത് വന്നിട്ട് 17 സംവത്സരം ജീവിച്ചിരുന്നു. യാക്കോബിന്റെ ആയുഷ്കാലം ആകെ 147 സംവത്സരമായിരുന്നു. ഇസ്രായേൽ മരിപ്പാനുള്ള കാലം എടുത്തപ്പോൾ 47-28 മുതൽ വായിക്കുന്നു. അവൻ തന്റെ മകനായ യോസെഫിനെ വിളിപ്പിച്ച് അവനോട്, നിനക്ക് എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ കൈ എന്റെ തുടയിൻ കീഴിൽ വയ്ക്കുക, എന്നോട് ദയയും വിശ്വസ്തയും കാണിക്കുക, എന്നെ മിസ്രയീമിൽ അടക്കാതെ ഞാൻ എൻ്റെ പിതാക്കന്മാരെ പോലെ നിദ്ര കൊള്ളുമ്പോൾ എന്നെ മിസ്രയീമിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി അവരുടെ ശ്മശാന ഭൂമിയിൽ അടക്കണമെന്ന് പറഞ്ഞു. നിന്റെ കൽപ്പന പ്രകാരം ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ് ഇതിന് ഇവിടെ എവിടെയോ ഒരു ഭാഗത്ത് ഞാനത് വിട്ടുപോയി വാക്യം. അതായത് ഈ അബ്രഹാമിനോട് ദൈവം കൊടുത്ത ഉടമ്പടി യോസെഫിനോട് ഒന്നുകൂടെ യാക്കോബിനോട് ഒന്നുകൂടെ ഉറപ്പിക്കുന്നുണ്ട്. എവിടെയാന്ന് കിട്ടിയോ? ഓക്കെ 46-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം രണ്ടോട് വായിച്ചു. ദൈവം ഇസ്രായേലിനോട് രാത്രി ദർശനങ്ങളിൽ യാക്കോബേ യാക്കോബേ എന്ന് വിളിച്ചതിന് ഞാൻ ഇതാ എന്ന് അവൻ പറഞ്ഞു. ഞാൻ വായിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 46-ാം അധ്യായത്തിന്റെ 2 മുതലാണ്. അപ്പോൾ അവൻ, ഞാൻ ദൈവമാകുന്നു, നിന്റെ പിതാവിന്റെ ദൈവം തന്നെ. മിസ്രയീമിലേക്ക് പോകുവാൻ ഭയപ്പെടേണ്ട, അവിടെ ഞാൻ നിന്നെ വലിയ ജാതിയാക്കും എന്ന് അരുളിച്ചത്. ഞാൻ നിന്നോടുകൂടെ മിസ്രയീമിലേക്ക് പോരും, നിന്നെ ഞാൻ മടക്കി വരുത്തും. മനസ്സിലായോ? അതായത് അബ്രഹാമിനോട് ദൈവം ചെയ്ത വാഗ്ദത്തം ഒന്നും കൂടെ ആരോട് ഉറപ്പിക്കുന്നു? യാക്കോബിനോട് ഉറപ്പിക്കുന്നു. ഈ കാലം മുതൽ, ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഉടനെ അവര് മിസ്രയീമിലേക്ക് പോവുകയും ആ സംഭവങ്ങൾ നടക്കുന്നത്. ഈ കാലം മുതൽ അവര് മിസ്രയീമിൽ നിന്ന് പുറപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവര് മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട്
ചില മാസങ്ങൾ കഴിഞ്ഞിട്ടുണ്ടോ അതുവരെയുള്ള പീരീഡാണ് എക്സാക്ട്ലി പുറപ്പാട് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് 430 സംവത്സരം. അപ്പൊ അതിനെ റൗണ്ട് ചെയ്ത് പറഞ്ഞിരിക്കുന്നതേ ഉള്ളൂ. ഏത് 400 സംവത്സരം. 430 എന്ന് പറഞ്ഞാൽ റൗണ്ട് ചെയ്ത് പറഞ്ഞാൽ എത്രയാണ്? 400. അപ്പോൾ അന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ അതൊരു വേദപുസ്തകത്തിലെ തെറ്റല്ല. ഏകദേശം 400 വർഷം എന്നുള്ളത് കൃത്യമായിട്ട്, മാത്രമല്ല ഈ പിന്നെ പ്രവാസകാലം എത്ര തന്നെയായിരുന്നു, അതായത് അവിടുത്തെ ഇസ്രായേലിലെ താമസം എന്ന് പറയുന്നത് 400 വർഷം തന്നെയായിരുന്നു. അതിന്റെ കൂട്ടത്തില് ഈ പറയുന്ന അതിന് മുമ്പുള്ള ചില വർഷങ്ങളും പുറപ്പെട്ട് കഴിഞ്ഞിട്ടുള്ള ചില സമയങ്ങളും എല്ലാം കൂടെ കൂട്ടിയിട്ട് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ് 400 തിരികെ വരും. അത് തന്നെ. അപ്പോൾ അതാണ് കറക്റ്റ് 430 എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ അബ്രഹാം മുതലുള്ള സമയമല്ല, അങ്ങനെ ചിലർ പഠിപ്പിക്കുന്നുണ്ട്. അതായത് അബ്രഹാം മുതൽ 200 വർഷം വരെ പിന്നെ കനാനിലും അതിനുശേഷം ബാക്കി 200 വർഷം മിസ്രൈമിലും. അങ്ങനെയല്ല, തീർച്ചയായിട്ടും ആ അടിമത്തം 400 വർഷം തന്നെയാണ് അവിടെ ഉണ്ട്. എന്നാൽ അത് യാക്കോബിനോട് ദൈവം ഒന്നും കൂടെ ഈ അബ്രഹാമിന് കൊടുത്ത ഉടമ്പടി ഉറപ്പിക്കുന്ന ആ സമയം മുതൽ ആണ് 430 സംവത്സരം എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിനെ കൃത്യമായി ആ കാലത്തെ സൂചിപ്പിച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഞാനത് ജസ്റ്റ് ഒരു അറിവിന് വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ന്യായപ്രമാണം പിന്നെ അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കും എന്ന് പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് തന്നെ അതിന്റെ കൂട്ടത്തിൽ ആ ശാപവും കൂടെ അറ്റാച്ച്ഡ് ആണ്. ആർക്കും അത് ചെയ്യാൻ പറ്റത്തില്ല, ആർക്കും അത് ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് അത് ചെയ്ത് പ്രസാദിപ്പിക്കാമെന്ന് വിചാരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അതിൽ ആശ്രയിക്കുന്ന ഏവനും എന്ന പ്രയോഗം നമുക്കിവിടെ ഗലാത്യ ലേഖനത്തിൽ കാണാൻ സാധിക്കുന്നത്. അവരെല്ലാം ശാപത്തിന് കീഴിലാണ്. എന്നാൽ ആ ന്യായപ്രമാണം നൽകിയിരുന്ന അതേ പീരീഡിൽ തന്നെ ദൈവം ഹബക്കൂക്കിലൂടെ പറഞ്ഞു, നീതിമാൻ വിശ്വാസത്താലാണ് ജീവിക്കുന്നത് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പ്രമാണത്തിന് യാതൊരു കാലത്തിലും ഒരു മാറ്റവും ഇല്ല. അത് വിശ്വാസത്താൽ മാത്രം നീതീകരണം എന്നുള്ളതാണ്. അത് മാത്രമല്ല, തൻ്റെ പ്രിയ പുത്രനെ നൽകിക്കൊണ്ട് ന്യായപ്രമാണത്തിന്റെ കീഴിൽ ശാപത്തിലായിരുന്നവരെ ദൈവം വിലയ്ക്ക് വാങ്ങാനായിട്ട് ഇടയായിത്തീർന്നു. ക്രിസ്തു നമ്മളെ ശാപത്തിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയത് എങ്ങനെ എന്നുള്ളത് മനുഷ്യന് ചിന്തിക്കുമ്പോൾ ഒരുപക്ഷെ മനസ്സിലാക്കുന്നതിനും അപ്പുറമായിട്ടുള്ള വിഷയമാണ്. ദൈവത്തിന്റെ ചിന്ത, ദൈവത്തിന്റെ വിചാരം നമുക്ക് എത്രത്തോളം അത് ഗ്രഹിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതിന് സംശയമുണ്ട്. പക്ഷേ ഒറ്റയൊരു വാക്കിൽ ഇങ്ങനെ പറയാം, നമുക്ക് വേണ്ടി അവൻ, ഗലാത്യ ലേഖനത്തിന്റെ ഭാഷ പറഞ്ഞാൽ ശാപമായിട്ട് തീർന്നു. നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. നമ്മുടെ ശാപം ട്രാൻസ്ഫർ ചെയ്തു കർത്താവിലേക്ക്, അത് ഏറ്റെടുക്കാനായിട്ട് ഇടയായി തീർന്നു. തൻ്റെ ശാപമായി തീർന്നു എന്ന് പറഞ്ഞ് മാത്രമല്ല, ഗലാത്യ ലേഖനക്കാരൻ ഒരു കാര്യം കൂടെ പറയാണ്, ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മളെ വിടുവിക്കുക എന്നുള്ളതിനേക്കാൾ വിലയ്ക്ക് വാങ്ങി. ആ വിലയ്ക്ക് വാങ്ങി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. നമ്മളെ വിലയ്ക്ക് വാങ്ങിയത് കൊണ്ട് തന്നെ ഇനി നമ്മൾ താന്താങ്ങൾക്കുള്ളവരല്ല, നമ്മളെ വാങ്ങിയ കർത്താവിനുള്ളവരാണ്. നമ്മുടെ ജീവിതം യേശു ക്രിസ്തുവിനായിട്ട്, കർത്താവിനായിട്ട് ജീവിക്കാൻ, ക്രിസ്തു എന്നിൽ ജീവിക്കുവാനായിട്ട്, 2-ാം അധ്യായത്തിലെ വിഷയം അതായിരുന്നല്ലോ. അത് ജീവിച്ച് ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നവരായി തീരുവാൻ അധികമായിട്ട് നമ്മളെ സഹായിക്കട്ടെ. ദൈവം എല്ലാ കാലത്തും വെച്ചിരുന്ന വ്യവസ്ഥ എന്ന് പറയുന്നത് കൃപയാൽ വിശ്വാസത്താൽ ഉള്ള നീതീകരണമാണ്. വിശ്വാസത്താൽ മാത്രം രക്ഷ എന്നുള്ളതാണ്. അതാണ് വിശ്വാസം എന്ന വ്യവസ്ഥയുടെ പിന്നെ മാറ്റമില്ലായ്മ എന്ന് പറയുന്നത്. അത് അബ്രഹാമിന് നൽകി, അബ്രഹാമിന് ശേഷം അല്ലെങ്കിൽ 430 വർഷത്തിന് ശേഷം നൽകിയ ഈ ന്യായപ്രമാണം കൊണ്ട് ഒരിക്കലും ആ ഉടമ്പടി എന്ന് പറയുന്നത് ലംഘിക്കപ്പെടുന്നില്ല. ഇവിടെ ഒരു പ്രയോഗം കൂടെ ഞാൻ പറയാമെന്ന് വിചാരിച്ചത് പറയാതെ പോയിട്ടുണ്ട്. അതായത് 430 ആണ്ട് കഴിഞ്ഞിട്ടുണ്ടായ ന്യായപ്രമാണം വാഗ്ദത്തത്തെ നീക്കുവാൻ തക്കവണ്ണം അത് മുമ്പ് ഉറപ്പാക്കിയ നിയമത്തെ ദുർബലമാക്കുന്നില്ല. അടുത്ത വാക്യം 18-ാം വാക്യം, അവകാശ ന്യായപ്രമാണത്തല്ലെങ്കിൽ വാഗ്ദത്തത്താൽ അല്ല വരുന്നത്, അബ്രഹാമിനോ ദൈവം അതിനെ വാഗ്ദത്തം മൂലം നൽകി. അവകാശം, അതായത് ഇതിന്റെ അകത്ത് ഒരു പ്രയോഗമുണ്ട്, ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ഇൻഹെറിറ്റൻസ് എന്നാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് സിദ്ധിച്ച് കിട്ടിയത്. ദൈവം വാഗ്ദത്തം നൽകി ആർക്ക്? അബ്രഹാമിന്. അബ്രഹാമിനും അബ്രഹാമിന്റെ സന്തതിക്കും എന്ന് പറഞ്ഞാൽ അതിനോട് ഉത്തരവുണ്ട്. ആരാണ് സന്തതി? കർത്താവായ യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവിലൂടെ ദൈവം നമുക്ക് ആ വാഗ്ദത്തം നൽകിയിരിക്കണം. അബ്രഹാമിന് നൽകിയ വാഗ്ദത്തം അത് പ്രാപിക്കുന്നത് എങ്ങനെയാണ്? വിശ്വാസത്താലാണ്. ഈ വാഗ്ദത്തം എന്ന് പറയുന്നത് നീതീകരണം അത് പ്രാപിക്കുന്നത് എങ്ങനെയാണ്? വിശ്വാസത്താലാണ്. എന്നാൽ ദൈവം നൽകിയ വാഗ്ദത്തം എന്ന് പറയുന്നത് ഒരു അവകാശമാണ്. മനസ്സിലായോ? അവകാശം, ആ ഇൻഹെറിറ്റൻസ് അത് ഫ്രീ ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. അതിനെ ഒരിക്കലും നമുക്ക് കർമ്മ പദ്ധതി വെച്ചിട്ട് സ്വന്തമാക്കാമെന്ന് വിചാരിക്കരുത്. അങ്ങനെ വിചാരിച്ചാൽ അത് എന്തായിട്ട് മാറും? നമ്മുടെ കൂലിയോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കുറെ കാര്യങ്ങൾ ചെയ്തിട്ട് നേടുമ്പം അതിനൊരു പ്രതിഫലം കിട്ടുകയാണ്, അതിനെ കൂലി എന്നാണ് പറയുന്നത്. അതിന് നമ്മുടെ അധ്വാനമുണ്ട്. അതൊരിക്കലുമല്ല. ദൈവം അതിനെ പൂർണ്ണമായിട്ടും സൗജന്യമായിട്ട് വാഗ്ദത്തമായിട്ട് അവകാശമായിട്ട് തന്നിരിക്കുകയാണ്. അതാണ് നമുക്ക് പ്രാപിക്കാൻ കഴിഞ്ഞിരിക്കുന്നത്.
അല്ലെങ്കിൽ അതിലേക്കാണ് കർത്താവ് നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത്. അതിൻ്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഈ ലോകത്തിൽ അതിനനുസരിച്ചുള്ള ജീവിതം ദൈവത്തിനായിട്ട് ജീവിക്കാം. 2-ാം അധ്യായത്തിലെ ആ പ്രയോഗം നമ്മൾ മറന്നു പോകാൻ പാടില്ല. ന്യായപ്രമാണത്തിന് മരിക്കുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഈ കർത്താവ് നമ്മളെ ശാപത്തിൽ നിലയ്ക്ക് വാങ്ങി എന്ന് പറയുമ്പോൾ നമ്മളെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന ഒരേ ഒരു കാര്യം ദൈവത്തിനായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. അതിന് ദൈവം നമ്മളെ സഹായിക്കട്ടെ. അവിടുത്തെ വലിയ നാമം വാഴ്ത്തപ്പെടുന്നു.